أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. മാനവം ഓഡിയോ വിഷ്വൽസ്, ഇക്ബാൽ അവന്യൂ, കാലിക്കറ്റ് 4. ഫോൺ 04952771447. മൊബൈൽ 9895641290. ഇമെയിൽ manavam@gmail.com. MP അബ്ദുസമദ് സമദാനിയുടെ എല്ലാ പ്രഭാഷണങ്ങളുടെയും MP3, VCD, DVD എന്നീ ദൃശ്യ ശ്രാവ്യ സംവിധാനങ്ങളുടെ റെക്കോർഡിംഗ്, നിർമ്മാണം, വിതരണം തുടങ്ങിയവയ്ക്കുള്ള സമസ്ത അവകാശങ്ങളും മാനവം ഓഡിയോ വിഷ്വൽസിൽ നിക്ഷിപ്തമാണ്. അനധികൃതമായി അവ പകർത്തുന്നതും വിൽപ്പന നടത്തുന്നതും ശിക്ഷാർഹമാണ്. ദേശത്തും വിദേശത്തുമുള്ളവർ ഇതൊരു അറിയിപ്പായി പരിഗണിക്കേണ്ടതാകുന്നു. ഇത് മതപ്രസംഗമല്ല. പ്രഭാഷകൻ മതപണ്ഡിതനോ ഉസ്താദോ അല്ല. ശാസ്ത്രം, കല, സാഹിത്യം, ചരിത്രം, സംസ്കാരം തുടങ്ങിയ നിരവധി വിഷയങ്ങൾ പരാമർശിക്കപ്പെടുന്ന പൊതുവിജ്ഞാനമാണ് ഇതിന്റെ ഉള്ളടക്കം. മനുഷ്യനും മാനുഷികമായതെന്തും ചർച്ച ചെയ്യപ്പെടുന്ന കേവലം പ്രഭാഷണമാണിത്. പ്രവാചക പ്രകീർത്തനമാണിതിലെ മുഖ്യ പ്രമേയം. എവിടെയും ഏതുതരം വേദിയിലും മുഴങ്ങേണ്ടതാകുന്നു പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹച്ചരിത ചർച്ചകൾ. ജീവിതത്തിന്റെ ഏതു മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ബാധ്യതയാകുന്നു വിശ്വാചാര്യൻ വിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകീർത്തനം. മാനവം ഓഡിയോ വിഷ്വൽസ് പ്രസൻസ് സമകാലിക സമസ്യകൾക്ക് പുണ്യ റസൂലിന്റെ പൂരണം. فأشهد أن الله أرسل عبده بحق ولا شيء هناك برائب وقد كان نور الله فينا لمهتد وصمصام تدمير على كل ناكب فأشهد أن الله أرسل عبده بحق ولا شيء هناك برائب وقد كان نور الله فينا لمهتد وصمصام تدمير على كل ناكب وأقوى دليل عند من تم عقله على أن شرب الشرع أصفى المشارب تواطؤ عقول في سلامة فكره على كل ما يأتي به من مطالب فأشهد أن الله أرسل عبده بحق ولا شيء هناك برائب وقد كان نور الله فينا. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيدنا ونبينا وحبيبنا محمد صلى الله عليه وآله وأصحابه وسلم رحمة للعالمين وعلى آله وأصحابه أجمعين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد.
اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ആധുനിക മനുഷ്യൻ നിരവധി സങ്കീർണതകളിലൂടെ കടന്നു പോകുമ്പോ ജീവിതം മാധികളാൽ വ്യാധികളാൽ നിർഭരമാകുമ്പോ മനുഷ്യനവന്റെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കാൻ സാന്ത്വനത്തിന്റെ ആലംബത്തിന്റെ ഒരു കൈവഴി കണ്ടെത്താൻ നിർബന്ധിതനാകുമ്പോ നമ്മുടെ മനസ്സ് വിതുമ്പിപ്പോകുമ്പോ എല്ലാറ്റിനും വില കൂടുമ്പോ വിലയിടിയുന്നത് മനുഷ്യനാണെന്ന തത്വം വീണ്ടും വീണ്ടും നാം തിരിച്ചറിയുമ്പോ നൈതിക മൂല്യങ്ങളുടെ വീണ്ടെടുപ്പിന് മാനുഷിക മൂല്യങ്ങളുടെ തിരിച്ചറിവിന് നാം നിർബന്ധിതരാവുകയാണ്. എല്ലാ മനുഷ്യരുടെയും സാഹോദര്യത്തെ ഉദ്ഘോഷിച്ചുകൊണ്ട് സമാധാനത്തിന് വേണ്ടിയുള്ള സമർപ്പണത്തെ നെഞ്ചോട് ചേർത്തുകൊണ്ട് വിശ്വാസത്തെ രൂഢമൂലമാക്കണം, ദൃഢനിശ്ചയത്തെ ദീപ്തമാക്കണം, സാഹോദര്യത്തെ പ്രോജ്വലമാക്കണം, മാനുഷികമായ നന്മകളെ ശാക്തീകരിക്കണം, ജീവിതത്തിന്റെ സുഹൃതങ്ങളെ തിരിച്ചറിയണം, ജീവിത നന്മകളെ മാറോട് ചേർക്കണം, മാനവത്വത്തിന്റെ ആദാന പ്രദാന പ്രക്രിയകളെ അതിന്റെ അടിസ്ഥാനങ്ങളിൽ സ്ഥാപിക്കണം. അതിന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തിലൂടെ ചലിക്കുന്നതിന് പ്രവാചകന്മാർ കാട്ടിയ മാതൃകയെ മനസ്സിൽ സ്ഥാപിക്കുന്നതിന് ഒരു പുതിയ തീരുമാനമുണ്ടാകണം, ഒരു ദൃഢനിശ്ചയമുണ്ടാകണം. ലോകത്ത് വർണ്ണശബളമായ പുതിയ സംസ്കാരങ്ങൾ ഉയർന്നു വരുമ്പോ കണ്ണഞ്ചിപ്പിക്കുന്ന വർണ്ണപ്പൊലിമയിൽ മനുഷ്യനവന്റെ ഹൃദയതാളം നഷ്ടപ്പെട്ടു പോകുമ്പോ मिथिल कलीम हो अगर मैरी के आज़मा कोई, मिथिल कलीम हो अगर मैरी के आज़मा कोई, अब भी दरख्त तूर से आती है बांगला तखफ, अब भी दरख्त तूर से आती है बांगला तखफ. അല്ലാമ ഇക്ബാലിന്റെ വരികളാണ്. മൂസയെ പോലെ നീ ഒരു പരീക്ഷണത്തിന്റെ രണാങ്കണത്തിൽ അകപ്പെട്ടു പോയാൽ ജീവിതം ഒരു പരീക്ഷണമാണ്. സത്യാസത്യ സംഘട്ടനത്തിന്റെ രംഗവേദി പോലെ ഒരു ജീവിതം, ധർമാധർമ്മ സംഘർഷങ്ങളുടെ കേളീഗ്രഹം പോലെ ഒരു ജീവിതം. ഈ ജീവിതത്തിൽ സംഘട്ടനങ്ങൾ, സത്യവും അസത്യവും തമ്മിലുള്ള പോരാട്ടങ്ങൾ, ആ പോരാട്ടങ്ങൾക്ക് മധ്യത്തിലെ ഒരു പരീക്ഷണത്തിൽ നീ പോയി അകപ്പെട്ടാൽ മിഥില കലീമുഹോ, കലീമുല്ലാഹി മൂസയെ പോലെ, മോശയെ പ്രവാചകനെ പോലെ നീ ഒരു പരീക്ഷണത്തിൽ അകപ്പെട്ടാൽ അബ് ഭീ ദരഖ്ത് തൂർ സേ ആതി ഹെ ബാംഗലാ തഖഫ്. തൂര് സീനാമലയുടെ മുകളിലെ മരത്തിൽ നിന്ന് ഇപ്പോഴും മുഴങ്ങുന്നുണ്ട് ആ വാക്യം, ആ ദൈവവചനം. ലാ തഖഫ്, ഡോണ്ട് ഫിയർ, പേടിക്കേണ്ടതില്ല എന്ന വാക്യം. ലോകത്തിലെ 3 മതങ്ങളെങ്കിലും ആദരിക്കുന്ന മല തൂര് സീനാമല, സീനായ് മല, മോശെ പ്രവാചകനോട് ബന്ധപ്പെട്ട മല, യേശു പ്രവാചകന്റെ ജീവിതതിഹാസം പതിഞ്ഞു കിടക്കുന്ന മണ്ണിനോട് ബന്ധപ്പെട്ട മല, അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആകാശാരോഹണ സംഭവവുമായി ബന്ധപ്പെട്ട മണ്ണ്, മൗണ്ട് സീനായ്. സീനായ് പർവ്വതത്തിലെ ഒരു മരം, അതിന്റെ ചില്ലകൾ തിളങ്ങിയപ്പോ ദൈവം മോശയോട് സംസാരിച്ചു, അല്ലാഹു മൂസാ നബിയോട് സംസാരിച്ചു. ഞാൻ ആ മലയുടെ താഴെ ചെന്ന് നിന്നിട്ടുണ്ട്, മലയിലേക്ക് നോക്കിയിട്ടുണ്ട്. ചരിത്രങ്ങൾ ഉറങ്ങുന്ന മണ്ണ്, നൂറ്റാണ്ടുകളുടെ സുഹൃതങ്ങൾ തിളങ്ങുന്ന മണ്ണ്.
ചാവുകടലിന്റെ തീരത്ത് പോയി സീനായി പർവ്വതത്തിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് പ്രപഞ്ച വീക്ഷണത്തിന്റെ സകലമാന ദൃശ്യവിസ്മയങ്ങളിലേക്ക് നോക്കുന്നത് ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തെ തേച്ചുമിനുക്കിയേക്കും. മിഥില കലീമുഹോ അഗർ മൈരി കെ ആസ്മാ കോയി അബ് ഭീ ദരഖ്ത് തൂർ സേ ആതി ഹൈ ബാംഗലാ തഖഫ്. തൂർ സീനാ മലയുടെ മുമ്പിൽ നിന്നുകൊണ്ട് മൂസ കേട്ട പോലെ നിനക്കും കേൾക്കാൻ കഴിയും ആ സ്വരം. ലാ തഖഫ്, ഭയപ്പെടേണ്ട മൂസ, നീ ഇങ്ങ് വന്നോളൂ. ഇത് ദൈവമാണ്, ഞാൻ എന്ന ദൈവമാണ് നിന്നോട് സംസാരിക്കുന്നത്. ഈ പ്രത്യേകമായ സംഭവത്തെ, അതിവിശിഷ്ടമായ സംഭവത്തെ എടുത്തു പറയുന്ന വേളയിൽ വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്ന ഒരു വാക്കാണ് ലാ തഖഫ്. എങ്ങ് നിന്നോ ഒരു ശബ്ദം മുഴങ്ങുന്നു, ദൈവത്തിന്റെ നാദം മുഴങ്ങുകയാണ്. മൂസാ നബി ഭയപ്പെടുകയാണ്. ആ നാദത്തിലൂടെ ദൈവം സംസാരിച്ചു, നീ ഭയപ്പെടേണ്ട മൂസ, പരീക്ഷണത്തിൽ നിങ്ങളെങ്ങാനും അകപ്പെട്ടാൽ നിങ്ങൾക്കും കേൾക്കാൻ കഴിയും ആ മലയുടെ മുകളിൽ നിന്ന്. ഭയപ്പെടരുതേ എന്ന ദൈവത്തിന്റെ നാദം. ഖൈറന കർ സഗാ മുജേ ജൽവയെ ദാനിഷേ ഫറംഗ്. പടിഞ്ഞാറിന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശത്തിൽ എന്റെ കണ്ണ് മഞ്ഞളിച്ചു പോയില്ല. അല്ലാമ ഇക്ബാലിന്റെ വാക്കുകളാണ്. എന്റെ കണ്ണ് മഞ്ഞളിച്ചു പോയില്ല. പടിഞ്ഞാറിന്റെ വർണ്ണ ശബളിമയിൽ, പടിഞ്ഞാറിന്റെ വർണ്ണ പൊലിമയിൽ, കാണുന്ന സ്വപ്നങ്ങളുടെ കുതൂഹലതയിൽ, കാണുന്ന സൗന്ദര്യത്തിന്റെ ദൃശ്യമാഹാത്മ്യങ്ങളിൽ എന്റെ കണ്ണ് മഞ്ഞളിച്ചു പോയില്ല. സുർമാഹ മേരി ആങ്ക് കാ, കാരണം ഞാൻ എന്റെ കണ്ണിൽ ഒരു സുർമ തേച്ചിരുന്നു. ഹാക്കെ മദീന, മദീനയുടെ മണ്ണിന്റെ സുർമ ഞാൻ എന്റെ കണ്ണിൽ തേച്ചിരുന്നു. വിശുദ്ധ റസൂൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ത്യവിശ്രമം കൊള്ളുന്ന മദീന നഗരിയുടെ മണ്ണിനെ സുർമയാക്കി ഞാൻ എന്റെ കണ്ണിൽ തേച്ചിരുന്നു. മാത്രവുമല്ല, നജഫ്, അലിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട നജഫ് മണ്ണിനെയും ഞാൻ സുർമയാക്കി എന്റെ കണ്ണിൽ തേച്ചിരുന്നു. അത്ഭുതകരമായ കാവ്യമാണിത്. സമകാലിക സമസ്യകൾക്ക് പുണ്യ റസൂലിന്റെ പൂരണം. കാലത്തിന്റെ പ്രശ്നങ്ങൾക്ക് വിശുദ്ധ പ്രവാചകൻ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം ഒരു പരിഹാരം കൊണ്ടുവന്നത് എങ്ങനെയാണ്? ലോകത്തിലെ പ്രവാചകന്മാർക്ക് ജന്മം നൽകിയത് മുഴുവൻ യേശയാണ്. അത് മറക്കരുത്. യേശയുടെ മഹിമ മറക്കരുത്. അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല, എത്രയെത്രയോ പ്രവാചകന്മാർ. യൂറോപ്പിലും അമേരിക്കയിലും ഏറ്റവും കൂടുതൽ അനുയായികളുള്ള യേശുക്രിസ്തു, ഈസാ നബി അലൈഹിസ്സലാം, മോശെ പ്രവാചകൻ, മൂസാ നബി അലൈഹിസ്സലാം, കൺഫ്യൂഷ്യസ്, ലെവോഡ്സെ, ശ്രീരാമചന്ദ്രൻ, ശ്രീകൃഷ്ണൻ, എണ്ണിയാൽ തീരാത്ത ആത്മീയ തേജസ്വികൾ, ശ്രീബുദ്ധനെ പോലെ, കപിലവസ്തുവിന്റെ പുത്രനായ ബുദ്ധനെ പോലെ, സൗരാഷ്ട്രനെ പോലെ. ഇന്ത്യയിലേക്ക് വന്നാലോ ആചാര്യന്മാരുടെ മണ്ണ്, മുനിശ്രേഷ്ഠന്മാരുടെ മണ്ണ്, സന്യാസി വര്യന്മാരുടെ മണ്ണ്, വാൽമീകിയുടെ മണ്ണ്, വേദവ്യാസ കൃഷ്ണദ്വൈപായനന്റെ മണ്ണ്, കപിലന്റെ മണ്ണ്, കണാദന്റെ മണ്ണ്, ശങ്കരന്റെ മണ്ണ്, മാധവന്റെ മണ്ണ്, ചൈതന്യന്റെ മണ്ണ്, തുക്കാറാമിന്റെ, തുളസീദാസിന്റെ, നാനാക്ക് ഗുരുവിന്റെ, നാരായണ ഗുരുവിന്റെ മണ്ണ്. എത്രയെത്ര ആചാര്യന്മാർ, എത്രയെത്ര ജീവിതത്തെ ഉത്ബോധനം കൊണ്ട് കീഴടക്കിയ മഹത്തുക്കൾ ചവിട്ടിപ്പോയ മണ്ണാണ് മഹത്തായ ഭാരത മഹാരാജ്യം. യൂനാനോ മിസ്ർ റൂമ, യൂനാനോ മിസ്ർ റൂമ സബ് മിട്ട് ഗയേ ജഹാൻ സേ. യവന സംസ്കാരം ലോകത്തിന് ഇന്ന് അസ്തമിച്ചു പോയി. റോമാ സംസ്കാരവും അസ്തമിച്ചു പോയി. സബ് മിട്ട് ഗയേ ജഹാൻ സേ അബ് തക് ഹൈ മഗർ ബാക്കി നാമോ നിശാ ഹമാരാ. പക്ഷേ നമ്മുടെ ഇന്ത്യയുടെ കൊടിയടയാളം ഇന്നും അവശേഷിക്കുകയാണ്. പറയുമ്പോ തന്നെ കോരിത്തെരിപ്പുണ്ടായിപ്പോ, പറയുമ്പോ തന്നെ കോരിത്തെരിപ്പുണ്ടായിപ്പോ.
യവന സംസ്കാരം അസ്തമിച്ചു പോയി, റോമൻ സംസ്കാരവും തിരോഭവിച്ചു പോയി. പക്ഷേ ഇപ്പോഴും ബാക്കിയായി അവശേഷിക്കുകയാണ് നാമോ നിശാഹമാര. ഇന്ത്യയുടെ പേരും കൊടിയും ഇന്നും പറക്കുകയാണ്. ഇന്ത്യയുടെ കൊടി ഇന്നും അവശേഷിക്കുകയാണ്. ഇന്ത്യയുടെ പേര്. ലോകത്തൊരു വലിയ രാജ്യം ഇന്ത്യ രാജ്യം. ഈ ഇന്ത്യ അടങ്ങുന്ന ഏഷ്യ, ആ ഏഷ്യ പ്രവാചകന്മാർക്ക് ജന്മം നൽകി. ഏഷ്യ ആത്മീയ തേജസ്വികൾക്ക് ജന്മം നൽകി. അവിടെ ജനിച്ചവരൊക്കെ ആത്മാവിനോട് സംസാരിച്ചു. അത്ഭുതമാണ്. ഭർത്താവ് മരിച്ച സഹോദരിയുടെ വീട്ടിൽ പോയിട്ട് ശ്രീബുദ്ധനിരുന്നു. ദുഃഖമാണ്. മരണത്തെ എങ്ങനെ അഭിമുഖീകരിക്കണമെന്നറിയില്ല. ബുദ്ധൻ ചോദിച്ചു, ദുഃഖമാണോ സങ്കടമാണോ? സങ്കടത്തിനൊരു പരിഹാരമുണ്ട്, നമുക്ക് യോജിക്കാം യോജിക്കാതിരിക്കാം. ബുദ്ധൻ ആ സ്ത്രീയോട് പറഞ്ഞു, മോഹിക്കരുത് പെങ്ങളെ, മോഹം ദുഃഖമാണ് പെങ്ങളെ, ആഗ്രഹം പാപമാണ് പെങ്ങളെ, ദുഃഖത്തിലേക്ക് നയിക്കുന്നത് മോഹമാണ്. സകല മോഹങ്ങളും വെടിഞ്ഞാൽ ദുഃഖത്തിൽ നിന്ന് മോചനമായെന്ന് കപിലവസ്തുവിന്റെ പുത്രനായ ഗൗതമൻ എന്ന സിദ്ധാർത്ഥൻ. ഇന്ത്യയിൽ നിന്ന് എവിടെങ്കിലും 2 സെന്റ് ഭൂമി ആരെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിച്ച കച്ചവടമാകണമെങ്കിൽ, അത് മുദ്രക്കടലാസിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ശ്രീബുദ്ധന്റെ മതം സ്വീകരിച്ച് ബുദ്ധന്റെ തത്വങ്ങൾ പ്രചരിപ്പിക്കാൻ മുന്നോട്ട് വന്ന അശോകൻ രേഖപ്പെടുത്തിയ അശോക ചക്രമുള്ള കടലാസിൽ അത് എഴുതി വെക്കണം. ബുദ്ധന്റെ അനുയായിയായ അശോകന്റെ ചക്രമുള്ള കൊടി, മൂവർണ്ണക്കൊടി പറക്കണം, ഇന്ത്യയുടെ ദേശീയ കൊടി. അത്ഭുതകരമായ രാജ്യം ഇന്ത്യ, മഹത്തായ രാജ്യം ഇന്ത്യ. ഈ ഇന്ത്യയിൽ പിറന്ന ഒരാൾക്കും അക്രമിയാകാൻ കഴിയില്ല, വർഗീയവാദിയാകാനും കഴിയില്ല. പടിഞ്ഞാറിന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശത്തിൽ എന്റെ കണ്ണ് മഞ്ഞളിച്ചു പോയില്ല. കാരണം ഞാൻ മദീനയിലെ മണ്ണുകൊണ്ട് എന്റെ കണ്ണിൽ സുറുമ തേച്ചിരുന്നുവെന്ന് പറഞ്ഞ മഹാനായ ദാർശനിക കവിക്ക് ജന്മം നൽകിയതും ഭാരതത്തിന്റെ മണ്ണ്, ഇതിഹാസം പൂത്ത മണ്ണ്. യുവാക്കളൊന്നും ഇങ്ങനെ ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കണ്ണ് മഞ്ഞളിക്കരുത്. വലിയ വലിയ പുതിയ സംസ്കാരം കാണുമ്പോൾ, അതിന്റെ കുത്തൊഴുക്ക് കാണുമ്പോൾ, കെട്ടിടങ്ങൾ തിങ്ങിയ പുതിയ പുതിയ നഗരം കാണുമ്പോൾ, ആ നഗരത്തിന്റെ സംസ്കാരം കാണുമ്പോൾ, പണത്തിന്റെ പൊളപ്പ് കാണുമ്പോ, നാണയത്തുട്ടിന്റെ കിലുകിലാ കിലുക്കം കേൾക്കുമ്പോ, യേശുദാസിന്റെ പഴയ ഒരു ഗാനശകലം ഓർത്തുപോൾ, ഹൃദയം മറന്നോ നീ നാണയത്തുട്ടിന്റെ കിലുകിലാ ശബ്ദത്തിൽ. നാണയത്തിന്റെ കിലുകിലാ ശബ്ദത്തിൽ ഹൃദയം മറന്നോ? ഹൃദയം മറക്കാതിരിക്കണം. ഹൃദയം ഒരിക്കലും മറന്നു പോകരുത്. ഹൃദയത്തെ എപ്പോഴും താങ്ങിപ്പിടിക്കാൻ കഴിയണം. അച്ഛനെ മറക്കരുത്, അമ്മയെ മറക്കരുത്, മാതാവിന്റെ ഉജ്ജ്വലമായ കാൽപ്പാടുകളെ മറക്കരുത്. അങ്ങനെയുള്ള നന്മകളെ ഓർക്കാനാണ് നാം സമ്മേളിക്കുന്നത്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ്. महबूब की महफिल को महबूब सजाते हैं, महबूब की महफिल को महबूब सजाते हैं, आते हैं वही जिनको അല്ലാഹ ബുലാതാ ഹേ. സ്നേഹഭാജനമായ പുണ്യനബിയുടെ സദസ്സിനെ അലങ്കരിക്കുന്നത് ആ നബിയെ സ്നേഹിക്കുന്നവർ മാത്രമാണ്. മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ അവിടുത്തെ സദസ്സിനെ അലങ്കരിക്കാൻ കഴിയൂ. മുസ്ലിങ്ങൾ മാത്രമല്ല അവിടുത്തെ സ്നേഹിച്ചത്, എത്രയോ ഹിന്ദുക്കൾ, എത്രയോ ക്രൈസ്തവർ. കോഴിക്കോട്ട് മദീനയിലേക്കുള്ള പാതയിൽ 1 കൊല്ലം പരിശുദ്ധ റസൂലിനെ പ്രശംസിക്കാനും പ്രകീർത്തിക്കാനും തെരഞ്ഞെടുത്ത ശീർഷകം ശ്രീനാരായണ ഗുരുവിന്റെ കവിതയുടെ ഒരു ഭാഗമായിരുന്നു. കരുണാവാൻ നബി മുത്തുരത്നമോ.
നാരായണ ഗുരുവിന്റെ ചോദ്യമാണ്. കരുണാവാൻ നബി മുത്തുരത്നമോ? എന്തൊരു ഇമ്പമാർന്ന ചോദ്യമാണ്. മലയാള ഭാഷയുടെ തേനിൽ മുക്കി നാരായണ ഗുരുവിന്റെ ദർശനത്തിന്റെ മഹാത്മ്യം. കരുണാവാൻ നബി മുത്തുരത്നമോ? എത്രയോ പരിശുദ്ധ റസൂലിനെ പ്രകീർത്തിച്ചു സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. വള്ളത്തോൾ പാടി പെരുത്തു നൂറ്റാണ്ടിനിടക്കൊരിക്കലി മരുപ്പറമ്പാമുലകത്തിൽ ഈശൻ പാന്തരായി വരുന്നവർക്ക് തണലിനായ ഒരുറ്റ വൃക്ഷത്തെ നടുന്നു. മരുഭൂമിയിലൂടെ അലഞ്ഞു നടക്കുന്ന യാത്രക്കാർക്ക് തണൽ കിട്ടാൻ വേണ്ടി ദൈവം ഇടക്ക് നട്ടു വളർത്തുന്ന തണൽ മരങ്ങളിലൊരു പ്രോജ്വല തണൽ മരമത്രേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന്. എന്റെ ഗ്രാമമായ കോട്ടക്കലിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ അങ്ങോട്ട് പടിഞ്ഞാറോട്ട് യാത്ര ചെയ്താൽ തിരൂരിലെത്തും. തിരൂരിൽ നിന്ന് അല്പമുള്ളോട്ട് പോയാൽ പുറത്തൂരിന്റെ അടുത്തൊരു ചേന്നര എന്ന ഗ്രാമമുണ്ട്. അവിടെ ജനിച്ച് മലയാള കവിതയുടെ കഥകളി എന്ന കലയുടെ വളർച്ചയിലൂടെ ഇന്ത്യയെ വളർത്തിയ, കേരളത്തിന്റെ മഹിമയും കേളിയും ഉയർത്തിയ വള്ളത്തോൾ നാരായണ മേനോൻ ഗാനം ചെയ്ത പോലെ മെഹബൂബ് കി മെഹഫിൽ കോ മെഹബൂബ് സജാത്തെ हैं आते हैं वही जिनको अल्लाह बुलाता है. റസൂലുള്ളാഹിന്റെ സദസ്സിൽ വരുന്നവർ സൗഭാഗ്യത്തിന് അവകാശപ്പെട്ടവരാണ്. കാരണം അവർ സൗഭാഗ്യത്തിലേക്ക് നയിക്കുന്ന സലാത്തിനെ മാറോട് ചേർക്കുന്നവരാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചൊല്ലുന്നതിലൂടെ അവർ അവരുടെ സൗഭാഗ്യത്തെ മാറോട് ചേർക്കുന്നവരാണ്. ദാമാനെ കരീമി കി ഉസ്അത് കോ സറാ ദേഖോ മുझ ജൈസെ നികമ്മേ കോ കമലി മേ ഛുപാതേ ഹേ. പുണ്യ റസൂലിന്റെ ഔദാര്യമൂറുന്ന മടിത്തട്ടിനെ പറ്റി ഒന്ന് ചിന്തിക്ക്. പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഔദാര്യമുള്ള മടിത്തട്ടിനെ പറ്റി ഒന്ന് ചിന്തിക്ക്. മുझ ജൈസെ നികമ്മേ കോ കമലി മേ ഛുപാതേ ഹേ. എന്നെ പോലെയുള്ള ഒരു നിസ്സാരക്കാരനെയും അവിടുത്തെ കമ്പിളി പുതപ്പിലേക്ക് പുതപ്പിക്കുകയല്ലയോ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറുദു ഭാഷ പരിശുദ്ധ റസൂലിനെ വളരെ പ്രശംസിക്കുന്ന ഭാഷയാണ്. ആ ഉറുദുവിൽ കമ്പിളിവാല എന്ന് പരിശുദ്ധ റസൂലിന് വിശേഷണമുണ്ട്. കമ്പിളി പുതപ്പുകാരൻ, കറുത്ത കരിമ്പടം പുതച്ച പരിശുദ്ധ റസൂൽ. പ്രവാചകന്മാർക്കൊക്കെ അവരുടേതായ ഓരോ രീതിയും സംഗതി. യേശു എന്ന് കേൾക്കുമ്പോൾ എന്താ മനസ്സിൽ വരിക? കുഷ്ഠരോഗിയെ ചികിത്സിക്കുന്ന യേശു, പാവപ്പെട്ടവന് അന്നം കൊടുക്കുന്ന യേശു, കുഞ്ഞിനെ കൊണ്ടുവന്ന് വേദിയിൽ നിർത്തി ഇവനെ പോലെ നിഷ്കളങ്കനാകാൻ കഴിയുമോ എന്ന് ചോദിക്കുന്ന യേശു, ഇവനെ പോലെ നിഷ്കളങ്കനാകാൻ കഴിയില്ലെങ്കിൽ സ്വർഗരാജ്യത്തിന്റെ അടുത്തേക്ക് എത്താൻ കഴിയില്ലെന്ന് മുന്നറിയിപ്പ് നൽകുന്ന യേശു, ജീവജലം നൽകുന്ന യേശു, കാരുണ്യത്തിന്റെ ഉറവ പോലെ യേശു, പ്രവാചകന്മാരുടെ മുഖകമലത്തിൽ തിളങ്ങുകയല്ലയോ ഈ പ്രപഞ്ചത്തിന്റെ സൗന്ദര്യം. പരിശുദ്ധ റസൂൽ എന്ന് കേൾക്കുമ്പോ ഒരു കമ്പിളി പുതപ്പ് ഓർമ്മ വരും. നിസ്സാരമായ ഒരു കമ്പിളി പുതപ്പ് ലോകത്തിന്റെ ചക്രവർത്തി പദത്തിലേക്ക് ഉയരാമായിരുന്നിട്ടും ഒരു കമ്പിളി പുതച്ച് ലളിത ജീവിതത്തിലേക്ക് ഒതുങ്ങിയ പരിശുദ്ധ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നെ പോലെയുള്ള ഒരു നിസ്സാരക്കാരനെയും കമ്പിളി പുതപ്പിലേക്ക് ഒളിപ്പിക്കുകയാണ്. ഇസിയാസ് പേ ജീതാ ഹൂം കഹ് ദേ യേ കോയി ആകർ. ഞാനൊരാശയിൽ ജീവിക്കുകയാണ്. എനിക്കൊരൊറ്റ ആശയേ ഉള്ളൂ. ഞാൻ ജീവിക്കുന്നതൊരാശയിലാണ്. ഒരു മാർഗദീപത്തിന്റെ പ്രത്യാശയുടെ തിളക്കത്തിൽ എന്റെ രാവ് ഉണരുന്നു. അതിന്റെ തിളക്കത്തിൽ എന്റെ പാതിരാവിന് ജീവൻ വെക്കുന്നു. അതിന്റെ തിളക്കത്തിൽ എന്റെ മാനത്തെ ചന്ദ്രൻ ജ്വലിക്കുകയും ചെയ്യുന്നു. എന്റെ ഏകാന്തതയിലും ആ രാവിലൊരു ദീപത്തിന്റെ പ്രകാശം ഒരു പ്രത്യാശയായിട്ട് വിരുന്നു വരുന്നു. ഇസ് ആസ് പേ ജീതാ ഹൂം കഹ് ദേ
കെ കൊയ് ആക്കർ, ആരെങ്കിലും വന്ന് പറയുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. എന്ത് പറയുമെന്ന്? ചൽ തുജ്കോ മദീനേ മേ അല്ലാഹ് ബുലാത്തേ ഹേ, വരൂ മദീനയിലേക്ക്, അല്ലാഹു നിന്നെ വിളിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ആരോ ഒരാൾ വരും. എനിക്കങ്ങനെ പോകാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, യാത്ര ചെയ്യാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ചിലപ്പോൾ പാസ്പോർട്ട് ഇല്ലാതെ, വിസ പോലും ഇല്ലാതെ, ടിക്കറ്റ് എടുക്കാതെ, വിമാനത്തിൽ കയറാതെയും പുണ്യനഗരിയിൽ എത്തിച്ചേരാൻ കഴിഞ്ഞുവെന്ന് വന്നേക്കും. അങ്ങനെയും എത്തിച്ചേരാൻ കഴിഞ്ഞുവെന്ന് വന്നേക്കും. ഒരു പുരികക്കൊടിയുടെ ഭാരത്തിലും ഒരുപക്ഷെ അവിടെ പോയി വരാൻ കഴിഞ്ഞുവെന്ന് വന്നേക്കും. അല്ലാഹ് കെ ഖസാനോ കെ മാലിക് ഹെ നബി സർവർ, അല്ലാഹുവിന്റെ ഖജനാവുകളുടെ ഉടമസ്ഥനും കാവൽക്കാരനുമല്ലയോ നബി ചക്രവർത്തി മുസ്തഫ മുഹമ്മദ്. യേ സച്ച് നയാസി ഹം സർക്കാർ കഖാത്തെ ഹേ, പുണ്യനബിയുടെ ഈ ഉജ്ജ്വലമായ സത്യത്തെയല്ലയോ നാം സ്നേഹിക്കുന്നതും നാം പരിപാലിക്കുന്നതും. ജിൻകാബർ ദുനിയാമേ കോയി ഭി നഹീ വാലി, ഈ ലോകത്ത് ആരോരുമില്ലാത്തവർ ആരാണുള്ളത്? ആലംബമില്ലാത്തവർ, സഹായമില്ലാത്തവർ, എപ്പോഴും ദുഃഖിച്ചു കഴിയുന്നവർ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഈ വിനീതൻ പറയുന്നു, ഈ കാലഘട്ടത്തിൽ ചെയ്യാനുള്ള ഏറ്റവും വലിയ സേവനം ഒരാളുടെയും ദുഃഖം ശമിപ്പിക്കുക എന്നുള്ളതാണ്. ചിരിച്ചു നടക്കുന്ന സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടാകാം. അവർ ജീവിതത്തിന്റെ ഹർഷോല്ലാസത്തിലാണെന്ന് ഒരുപക്ഷെ നിങ്ങൾ തെറ്റിദ്ധരിച്ചുവെന്നും വന്നേക്കാം. പക്ഷേ ഒന്ന് അടുത്തു നോക്കിയാൽ അദ്ദേഹത്തിന്റെ നെഞ്ച് തപിക്കുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കും. അവിടെയുമുണ്ട് ഒരു വലിയ കഥനം. ഉള്ളിൽ കഥനം പേറിക്കൊണ്ടാണ് ഈ ലോകത്ത് ഓരോ മനുഷ്യനും ജീവിക്കുന്നത്. മരണത്തിന്റെ ദുഃഖം ഒരു ഭാഗത്ത്, ജീവിതത്തിന്റെ ദുഃഖം മറുഭാഗത്ത്. അതുകൊണ്ട് ജീവിതത്തിന്റെ ത്യാഗത്തെ ഓർക്കാൻ കഴിയണം. ആ ത്യാഗത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പുണ്യ റസൂലിന്റെ സുദീർഘമായ ഒരു പ്രസ്താവന ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഏറ്റവും പ്രിയപ്പെട്ട സഹാബിയായ ചെറുപ്പക്കാരനായ ഉസാമയെ വിളിച്ച് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം പറഞ്ഞു, ഏ ഉസാമ, സ്വർഗത്തിലേക്കുള്ള മാർഗം സ്വീകരിക്കൂ, മറ്റുള്ള മാർഗങ്ങളിൽ നിന്ന് അകന്നു നിൽക്കൂ ഉസാമ. ഈ മാർഗം എളുപ്പമായി കടന്നു പോകാൻ എങ്ങനെയാണ് സാധിക്കുക? ഉസാമ ചോദിച്ചു. ദൈവദൂതരെ, സ്വർഗത്തിലേക്കുള്ള നന്മകളുടെ പാത എങ്ങനെയാണ് എളുപ്പത്തിൽ കടന്നു പോകാൻ കഴിയുക? അവിടുന്ന് മറുപടി പറഞ്ഞു, കഠിനമായ ദിനങ്ങളുടെ, അതായത് വ്രതാനുഷ്ഠാനത്തിന്റെ പൈതാഹത്തിലൂടെയും സ്വന്തം ആത്മാവിന്റെ സംസ്കരണത്തിലൂടെയുമാണ് ഉസാമ ഈ മാർഗം കടന്നു പോകാൻ സാധിക്കുക. കഠിനമായ ദിനങ്ങളിലൂടെ കടന്നു പോവുക, ഉപവാസം എടുക്കുക. ഈ ലോകത്ത് ഉപവാസത്തെ കുറിച്ച് പറയാത്ത ഒരു മതവുമില്ല. ഇന്ന് വൈദ്യശാസ്ത്രമൊക്കെ പോയിട്ട് ഉപവാസത്തിൽ നിൽക്കുകയാണ്. എല്ലാ രോഗത്തിന്റെയും ഒറ്റ മരുന്ന്, ഒറ്റമൂലിക ഉപവാസം, ഫാസ്റ്റിംഗ്. ബ്ലഡ് പ്രഷർ ഫാസ്റ്റിംഗ്, പ്രമേഹം നല്ല നിലക്ക് നിയന്ത്രിക്കാൻ ഫാസ്റ്റിംഗ്, ഒരു ചിട്ടയോടുകൂടി. ഹൃദ്രോഗങ്ങൾക്ക് മുഴുവൻ ഫാസ്റ്റിംഗ്. ഒരു ഹൃദ്രോഗം ബാധിച്ച ആളെ നേരെ ഡോക്ടർമാർ കൊണ്ടുപോയിട്ട് ICUവിൽ കിടത്തുന്നു. എന്താ ചെയ്യണത്? ഒന്നും ചെയ്യുന്നില്ല, നോമ്പ് നോൽപ്പിക്കണം, ഭക്ഷണം വിലക്കുന്നു. ഭക്ഷണം വിലക്കിയാൽ മതി, രോഗം മാറിക്കൊള്ളു. ഏ ഉസാമ, നിനക്ക് മേൽ വ്രതം നിർബന്ധമാണ്, അള്ളാഹുവിന്റെ ദാനമാണത് ഉസാമ. അള്ളാഹുവിങ്കൽ നോമ്പുകാരന്റെ വായിലെ ശ്വാസത്തെക്കാളും അവൻ അന്നപാനീയങ്ങൾ വെടിയുന്നതിനേക്കാളും വിലപ്പെട്ടതായി മറ്റൊന്നുമില്ല ഉസാമ. ഇന്ന് മനുഷ്യൻ മോഹങ്ങളുടെ തടവറയിലാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട മോഹം ഭക്ഷണത്തോടുള്ള ആർത്തി. ഭക്ഷണം കഴിച്ചിട്ടാണെന്ന് രോഗികൾ ഉണ്ടാവുന്നത്. ഇന്ന് പട്ടിണി കിടന്ന് രോഗികൾ ഉണ്ടാകുന്നത് വളരെ കുറവാണ്. ഒരു കാലത്തുണ്ടായിരുന്നു പട്ടിണി മരണം നമ്മുടെ നാട്ടിലൊക്കെ. ഇപ്പോഴും ഉണ്ട് പട്ടിണി ലോകത്ത് പലയിടത്തും, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ. ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ നമ്മുടെയൊക്കെ പ്രദേശങ്ങളിൽ ഇന്നും ധാരാളം ആളുകൾ രോഗത്തിലേക്ക് വഴുതി വീഴുന്നത് തീർച്ചയായും ഭക്ഷണത്തോടുള്ള മോഹം കൊണ്ടാണ്.
നിനക്ക് മേൽ വ്രതം നിർബന്ധമാണ്, ദൈവത്തിന്റെ ദാനമാണത് ഉസാമ. സാധിക്കുമെങ്കിൽ മരണം വരുമ്പോഴും നിന്റെ വയറ് ശൂന്യവും നെഞ്ച് ദാഹാർത്തമായും ഇരിക്കട്ടെ. മരണം വരുമ്പോഴും നീ ദാഹത്തിലിരിക്കട്ടെ. ഭക്ഷണം ചുരുക്കുന്ന ആളുകൾക്കാണ് ലോകത്ത് ദീർഘായുസ്. ലോകത്ത് അധികം ജീവിച്ച ആളുകളെ പറ്റി ഒന്നും ആലോചിക്കണ്ട, അവർ വളരെ കുറഞ്ഞ ഭക്ഷണം കഴിച്ചവരായിരിക്കും. ഇന്നും നമ്മുടെ കേരളത്തിലേക്ക് കണ്ണോടിച്ചാൽ, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല, നേതാക്കന്മാരുടെ പേരെടുത്ത് എനിക്ക് പറയാൻ കഴിയും. ദീർഘായുസുള്ള നേതാക്കന്മാർ കേരളത്തിലുണ്ടെങ്കിൽ, ഇപ്പോഴും ഉണ്ടെങ്കിൽ, രാഷ്ട്രീയത്തിൽ പോലും ഒക്കെ അല്പഭക്ഷണക്കാരാണ്. സാധിക്കുമെങ്കിൽ മരണം വരുമ്പോഴും നിന്റെ വയറു ശൂന്യവും നെഞ്ചു ദാഹാർത്തമായും ഇരിക്കട്ടെ. അതിലൂടെ നിനക്ക് പരലോകത്ത് ഉന്നതമായ സ്ഥാനവും പ്രവാചകന്മാരുടെ സഹവാസവും നിന്റെ ആത്മാവിന് മാലാഖമാരുടെ സ്വീകാരവും ദൈവത്തിങ്കൽ നിന്നുള്ള അനുഗ്രഹവും ലഭ്യമാകും ഉസാമ. ഉസാമ, ഒഴിഞ്ഞ നെഞ്ച് നിനക്ക് വേണ്ടി അന്ത്യദിനത്തിൽ അള്ളാഹുവിനോട് കലഹിക്കും. നിസ്സംശയം അള്ളാഹു അത്തരം ദാസന്മാരെ കണ്ട് സന്തോഷിക്കുന്നു. അള്ളാഹു അവരെ ചൊല്ലി മലക്കുകൾക്ക് മുന്നിൽ അഭിമാനം കൊള്ളുന്നു. അവരെ അവൻ ആപത്തിൽ നിന്നും കുഴപ്പങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞു. അവിടുത്തെ കണ്ണുകൾ നിറഞ്ഞു. സഹാബികൾ ഭയപ്പെട്ടു, ആകാശത്ത് നിന്ന് ആപത്ത് വരുമോ? മുഹമ്മദുൻ അഷ്റഫുൽ അഅറാബി വൽ അജമി, മുഹമ്മദുൻ ഖൈറു മൻ യംശി അലാ ഖദമി, മുഹമ്മദുൻ ദിക്റുഹു റൂഹുൻ ലിഅൻഫുസിനാ, മുഹമ്മദുൻ ശുക്റുഹു ഫറദുൻ അലൽ ഉമമി. സകല സമൂഹങ്ങൾക്കും ആ പ്രവാചകനോട് നന്ദി കാണിക്കുന്നത് കടമയാണ്. അത്ര വലിയ ഔദാര്യവും കാരുണ്യവും ലോകത്തിന് നൽകിയ വിശുദ്ധ പ്രവാചകന്റെ കണ്ണുകൾ നിറഞ്ഞു. അവിടുന്ന് തുടർന്ന് പറഞ്ഞു, ഉസാമ, ആ ജനതകളുടെ കാര്യം കഷ്ടം. അവർക്കെന്ത് ലഭിച്ചു? ദൈവത്തെ അനുസരിക്കുകയും ദൈവത്തിന് വിധേയനായതിന്റെ പേരിൽ ആക്രമിക്കപ്പെടുകയും ചെയ്ത വ്യക്തി. ഉടൻ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അക്കാലത്ത് ജനങ്ങൾ ദീനിലായിരിക്കുമോ? അതെ. ആർക്ക് വേണ്ടിയാണോ ആ വ്യക്തിയെ വധിക്കുന്നത്, അയാൾ സ്വയം ദൈവത്തെ അനുസരിക്കുന്നവനും ജനങ്ങളോടത് കൽപ്പിക്കുന്നവനുമായിരിക്കുമെന്നോ? ഉമർ, ജനങ്ങൾ സന്മാർഗം വെടിയും, അവർക്ക് നല്ല വാഹനങ്ങൾ ഉണ്ടാകും, അവർ മൃദുലമായ വസ്ത്രങ്ങൾ അണിയും, അനറബികളായ അടിമകൾ അവർക്ക് സേവകരായിരിക്കും. ഭാര്യ ഭർത്താവിനെ ശുശ്രൂഷിക്കും പോലെ അടിമകൾ അവരെ ശുശ്രൂഷിക്കും. ഭാര്യ ഭർത്താവിനെ ശുശ്രൂഷിക്കും പോലെ അടിമകൾ മുതലാളിമാരെ ശുശ്രൂഷിക്കും എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഒരു കാലം വരും, ഭാര്യ ഭർത്താവിനെ ശുശ്രൂഷിക്കും പോലെ, അണ്ടർലൈൻ, അടിമകൾ ഈ മുതലാളിമാരെ ശുശ്രൂഷിക്കും. ഇതൊക്കെ ഒന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാര്യ ഭർത്താവിനെ ശുശ്രൂഷിക്കുന്നതിന് ചില സ്വഭാവങ്ങളും രീതികളുണ്ട്. അങ്ങനെ അടിമകളെ കൊണ്ട് ശുശ്രൂഷ ആവശ്യപ്പെടുക, അത് സ്വീകരിക്കുക. സീസർ, ഹുർമൂസ് തുടങ്ങിയ അക്രമികളായ ഭരണാധികാരികളെ പോലെയായിരിക്കും അവരുടെ നടപ്പ്. ഏതെങ്കിലും ദൈവദാസൻ അള്ളാഹുവിന്റെ മഹത്വം പ്രകീർത്തിച്ചാൽ അവനെ അവർ തകർക്കും. ദാഹാർത്തനായിരിക്കെ അവനെ വധിച്ചു കളയും. അവർക്ക് കാര്യം മനസ്സിലാക്കി കൊടുക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അയാളെയും അവർ നിഷേധിക്കും. അവർ പറയും, നീ പിശാചിന്റെ കൂട്ടുകാരനാണ്. ജീത്ത് രഹനെ കി സസാ ദേ ജിന്ദഗിയേ ജിന്ദഗി, ജീവിച്ചിരിക്കുന്നതിന്റെ ശിക്ഷ നൽകണമേ ജീവിതമേ ജീവിതമേ. ജീവിക്കുന്നത് ശിക്ഷയാണ് അല്ലേ? ജീവിതം തന്നെയല്ലേ എന്ന് ഒരുപാട് ആളുകൾക്ക് ശിക്ഷ. അതുകൊണ്ടല്ലേ ആത്മഹത്യ വർദ്ധിക്കുന്നത്. അതുകൊണ്ടല്ലേ കേരളത്തിന് തിരുവോണ ദിവസം 21 കോടിയുടെ മദ്യം കുടിച്ചു തീർച്ചത് അല്ലേ? ജീവിതത്തെക്കുറിച്ചുള്ള നിരാശയല്ലേ ആളുകളെ മദ്യത്തിലേക്ക് കൊണ്ടുപോകുന്നത്. സമാധാനമുള്ള ഒരു ജീവിതത്തിൽ ആരെങ്കിലും മദ്യപിക്കുമോ? അതിന്റെ ആവശ്യമുണ്ട്? ആരെങ്കിലും സ്വന്തം ആരോഗ്യം നശിപ്പിക്കുമോ? തിരുവോണത്തിന്റെ രാത്രിയാണ് 21 കോടി. അതിന്റെ 2 ദിവസം മുമ്പ് 34 കോടിയാണ്. മലയാളക്കര മദ്യത്തിന്റെ പുഴയിലേക്ക് വഴുതി വീഴുകയാണോ? ജീത്ത് രഹനെ കി സസാ ദേ जिंदगी ए जिंदगी, मैं तो अब उकता गया हूँ, क्या यही है कायनात।
बस ये आईना हटा दे, जिंदगी ये जिंदगी ढूंढने निकला था तुझको और खुद को खो दिया, तू ही अब मेरा पता दे, जिंदगी ये जिंदगी ढूंढने निकला था तुझको. ഞാൻ നിന്നെ തെരഞ്ഞ് ഇറങ്ങി തിരിച്ചതായിരുന്നു മനുഷ്യ. പട്ടാപ്പകൽ റാന്തലും കത്തിച്ചു കൊണ്ടുപോയ ഡയോജനീസിനെ പറ്റി ഗ്രീക്ക് കഥയിൽ ഒരു പരാമർശമുണ്ട്. പട്ടാപ്പകൽ റാന്തൽ കത്തിച്ചിട്ട് ഡയോജനീസ് പോകുമ്പോ ആളുകൾ ചോദിച്ചു, നട്ടുച്ചക്ക് ഇത്ര വലിയ ഭ്രാന്തോ, പട്ടാപ്പകല് വിളക്കും കത്തിച്ച് നടക്കുകയോ? മഹാനായ ഡയോജനീസ് പറഞ്ഞു, ഞാൻ മനുഷ്യനെ തിരയുകയാണ്. പട്ടാപ്പകൽ നട്ടുച്ചക്ക് ഞാൻ റാന്തലും കത്തിച്ച് മാനവനെ തിരയുകയാണ്. ഒരു മനുഷ്യനെ കാണാനുള്ള മോഹത്താൽ ഞാൻ പട്ടാപ്പകൽ വിളക്കിന്റെ തിരി കൊളുത്തുകയാണെന്ന് പറഞ്ഞ ഡയോജനീസിനെ ഓർമ്മിപ്പിക്കുന്ന പോലെ ഇന്നൊരുപാട് കോലങ്ങളും രൂപങ്ങളുമുണ്ട്. മനുഷ്യനെ കണ്ടെത്താൻ തിരയേണ്ട കാലമാണ്. ढूंढने निकला थे तुझको, ഞാൻ നിന്നെ തേടി ഇറങ്ങി തിരിച്ചതായിരുന്നു. ഔർ ഖുദ് കോ ഖോ ദിയാ, അവസാനം നോക്കുമ്പോ ഞാൻ എന്നെ തന്നെ നഷ്ടപ്പെട്ടവനായി തീർന്നിരിക്കുന്നു. തു ഹി അബ് മേരാ പതാ ദേ, ജിന്ദഗി യേ ജിന്ദഗി, ജീവിതമേ നീ തന്നെ നിന്റെ മേൽവിലാസം എനിക്കൊന്ന് അറിയിച്ചു തന്നാലും. ഭാര്യയാൽ വഞ്ചിക്കപ്പെടുന്ന പുരുഷന് ജീവിതം ഭാരമാണ്. ഭർത്താവിനാൽ വഞ്ചിക്കപ്പെടുന്ന പെണ്ണിനും ജീവിതം ഭാരമാണ്. ലോകത്തിന്ന് ഏറ്റവും കൂടുതൽ ബന്ധങ്ങൾക്ക് ശൈഥില്യം വരുന്ന കാലമായിരിക്കുന്നു. ഒരേ കെട്ടിടത്തിന്റെ ചുമരിൽ ആളുകൾക്ക് ശ്വാസം മുട്ടുന്ന കാലമാണ്. ബന്ധങ്ങൾ തകരുന്ന കാലമാണ്. എല്ലാം പണത്തിന് വഴിമാറിക്കൊടുക്കുന്ന കാലമാണ്. മാതാവിനെ കൊണ്ടുപോയി വൃദ്ധസദനത്തിൽ തള്ളുന്ന കാലമാണ്. അമ്മയുടെ പാതാരവിന്ദങ്ങളെ മകൻ അവഗണിക്കുന്ന കാലമാണ്. പാവപ്പെട്ട തള്ളയുടെ കോന്തലക്കെട്ടിലെ കറുത്ത പുകയുടെ അടയാളം, അതിനോട് മകന് പുച്ഛം തോന്നുന്ന കാലമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒഴിവ് സമയമുണ്ടെങ്കിൽ കേരളത്തിൽ പോകുമ്പോ ഒരു വൃദ്ധസദനമെങ്കിലും സന്ദർശിക്കണം. അപ്പോഴതൊക്കെ മനസ്സിലാവും. അല്ലെങ്കിൽ തോന്നുന്നതൊക്കെ പ്രസംഗമല്ലേ. ഞാൻ അടുത്ത കാലത്ത് വടകരയിൽ പോയി. ചെറുപ്പക്കാരെന്നോട് പറഞ്ഞു, സമദാനി സാഹിബ് ഒരു സ്ഥലത്ത് വരണം, കുറച്ച് ആളുകളെ കാണിച്ചു തരാന്ന് പറഞ്ഞു. കാര്യമൊന്നും പറഞ്ഞില്ല. ഞാൻ അവരെ കൂടെ പോയി. നോക്കുമ്പോ ഒരു കെട്ടിടത്തിന്റെ മുകളിൽ കയറണം, വളരെ മുകളിൽ. അങ്ങാടിയിൽ നിന്നൊക്കെ കുറെ ഉള്ളോട്ട് പോയിട്ട് വലിയൊരു കെട്ടിടത്തിന്റെ മുകളിലുള്ള തട്ട് മുഴുവൻ അവർ വാടകയ്ക്ക് എടുത്തിരിക്കുക. ഈ കുട്ടികളെ കൂടെ ഞാൻ കയറി. ജീവിതാനുഭവങ്ങളാണ് നമുക്ക് എപ്പോഴും ആവശ്യമായിട്ടുള്ളത്. കയറിപ്പോയി നോക്കുമ്പോ വൃദ്ധസദനമാണ്. നിരനിരയായിട്ട് കിടക്കാണ്. അച്ഛനും അമ്മയും ഉമ്മയും ബാപ്പയും. നോക്കാൻ ആളില്ലാത്ത മക്കളാൽ അവഗണിക്കപ്പെട്ട മാതാപിതാക്കൾ. അത്ഭുതമായിരുന്നു. ചിലർ മക്കളെ പറ്റി പറയും, ചിലർ മകനെ പറ്റി പറഞ്ഞ് പൊട്ടിക്കരിയും, ചിലർ മകളുടെ ക്രൂരത പറഞ്ഞ് കരിയും. ചിലർക്ക് മിണ്ടാട്ടില്ല. ഒരാളുടെ അടുത്ത് പോയി ഞാൻ നിന്നു, അങ്ങോട്ട് സംസാരിച്ചു, ഒരക്ഷരം അങ്ങോട്ട് പറയില്ല, ഒറ്റ നോട്ടം. നിങ്ങൾക്ക് തോന്നും മാനസിക രോഗമാണ്. ഒരു മാനസിക രോഗമല്ല. ദുഃഖം കൊണ്ട് വിറങ്ങലിച്ചു എന്ന് പറയില്ലേ, ഫ്രീസ് ചെയ്യാന്ന് പറയില്ലേ, ഒറ്റ ഇരിപ്പ്, പിടിച്ച് കുലിക്കാലേ കുലുങ്ങുള്ളൂ. മുടിയൊക്കെ വളർന്ന് എങ്ങനെ ആയിരിക്കും, ഒരു വിചിത്രമായ രൂപം. അവരെന്നോട് പറഞ്ഞു, നിങ്ങൾ സംസാരിച്ചു. ഞാനും സംസാരിച്ചു. എനിക്കും മറുപടി ഇല്ല, അവർക്കും മറുപടി ഇല്ല, ഒറ്റ നോട്ടം. മക്കൾ കൊണ്ടുപോയി തള്ളിയതാ. ഈ കഴിഞ്ഞ ദിവസം പത്രത്തിലുണ്ടായിരുന്നു, പുറത്തെവിടെയോ ജോലി ചെയ്യുന്ന മകൻ കുറെ ദിവസം കഴിഞ്ഞപ്പോൾ അമ്മയെ കാണാൻ വന്നു. എന്തിനെന്നറിയോ? അമ്മക്ക് സുഖമില്ലാന്ന് കേട്ടിട്ട് സ്വത്ത് എഴുതി വാങ്ങാൻ. അതുവരെ അടുത്തു നോക്കാത്ത മകൻ വന്നു. അവസാനം അതൊക്കെ അമ്മയോട് പറഞ്ഞ് കടലാസിലൊന്ന് ഒപ്പിടണമെന്ന് പറഞ്ഞു. സ്വത്തൊക്കെ എഴുതി വാങ്ങി. ഒപ്പ് വാങ്ങിയിട്ട് ഈ മഹാഭാവി അമ്മയെ ജോലി സ്ഥലത്തേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഇരുത്തിയിട്ട് പോയി കളഞ്ഞു. കുറെ കഴിഞ്ഞ് റെയിൽവേ ഉദ്യോഗസ്ഥന്മാർ വന്നു. പാവം സ്ത്രീ ഇരിക്കുന്ന തറയിൽ സിമന്റ് ബെഞ്ചിൽ. എന്റെ മോൻ വരും, എന്റെ മോൻ വരും. ഏത് മോൻ വരും? അവസാനം അഡ്രസ്സും ടെലിഫോണും ഉണ്ട് എന്റെ മോന്റെ എന്ന് പറഞ്ഞു. നോക്കുമ്പോ കള്ള അഡ്രസ്സും കള്ള ടെലിഫോൺ നമ്പറും കൊടുത്തു പോയിരിക്കുകയാണ്.
ഇങ്ങനെയുള്ള ഒരു ലോകത്ത് എപ്പോഴെങ്കിലും ഒരു വൃദ്ധസദനം സന്ദർശിക്കുമ്പോ ബന്ധങ്ങളെയും നന്മകളെയും പുനഃസ്ഥാപിക്കണം. അതിലൂടെ കടന്നു പോകുമ്പോ ചെന്നു പോകാനിടമുള്ള ഒരു മരണത്തെയും ഓർക്കാൻ കഴിയണം. ഉസാമ, അന്ത്യദിനത്തിൽ അല്ലാഹുവിന്റെ അടുക്കലുള്ള വ്യക്തി, ആ വ്യക്തി ഇഹലോകത്ത് വിശന്നവനും ദാഹിച്ചവനുമായിരിക്കും. അല്ലാഹുവിന്റെ അത്തരം ദാസന്മാർ ഒട്ടും അറിയപ്പെടാത്തവരും എന്നാൽ സച്ചരിതരുമായിരിക്കും. അവരെ തിരിച്ചറിയാനാവില്ല. അവരെ കാണാതായാൽ പിന്നെ അന്വേഷിച്ചാലും കണ്ടെത്തുകയുമില്ല. പക്ഷെ അവർക്ക് ഭൂമിയുടെ അറ്റമറിയും. വാനലോകത്തോ അവർ സുപരിചിതരുമായിരിക്കും. പക്ഷെ അവർ ദുനിയാവിന്റെ ആളുകളിൽ നിന്ന് മറഞ്ഞിരിക്കും. മറ്റുള്ളവർക്ക് ഐഹിക സുഖങ്ങൾ ലഭിക്കുമ്പോൾ ഈ ദൈവദാസന്മാർ വിശപ്പും ദാഹവും കൊണ്ട് അനുഗ്രഹിക്കപ്പെടും. ജനങ്ങൾ മിനുമിനുത്ത ഉടുപ്പുകൾ അണിയും, അവരോ പരുപരുത്ത ഉടയാടകളും അണിയും. ജനങ്ങൾ ശയ്യകളിൽ വിശ്രമിക്കും, അവരുടെ നെറ്റിത്തടം അപ്പോൾ മണ്ണിലുമായിരിക്കും. ഒന്നാമതാളുകൾക്ക് മരണത്തെക്കുറിച്ചുള്ള ചിന്തയില്ല. ഇന്നലെ ഞാൻ ദുബായിൽ ചെന്ന് പെട്ടത് എൻ്റെ ഒരു സുഹൃത്തിന്റെ അടുക്കൽ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹു അറിയിച്ചു തരുന്നൊരു സ്ഥലത്തായിരിക്കും നമ്മൾ എത്തിക്കുക. ഞാൻ അത്ഭുതപ്പെട്ടു. ഇതൊക്കെ നമ്മൾ തന്നെ കേൾക്കണം. ഇപ്പൊ നേരത്തെ വൃദ്ധസദനം കണ്ട പോലെ ഞാൻ ഇന്നലെ ദുബായിൽ ഒരു ചടങ്ങിന് പോയി. നേരെ ഒരു സുഹൃത്തിനെ പോയി കണ്ടു. അപ്പൊ അവൻ എന്നോട് പറയാണ്, ഇന്നലെ രാത്രി എൻ്റെ മടിയിൽ കിടന്നിട്ടൊരാൾ മരിച്ചു. ഇന്നലെ രാത്രി മടിയിൽ കിടന്ന ആള് മരിച്ച സുഹൃത്തിന്റെ അടുക്കലേക്ക് പിറ്റേന്ന് രാവിലെ ഞാൻ എത്തണം. ഈ കഥനം കാണണം. നോമ്പ് തുറന്ന് വന്നിട്ട് പറഞ്ഞു, എനിക്ക് അല്പം ക്ഷീണുണ്ട് എന്ന് പറഞ്ഞു. വെള്ളമൊക്കെ കൊടുത്തിട്ട് വെച്ചപ്പോഴും ക്ഷീണമൊക്കെ മാറിയെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോ ഒന്ന് ചെരിഞ്ഞിങ്ങനെ വീണു. 2 തവണ കൂർക്കം വലിക്കുന്ന ശബ്ദം കേട്ടു. ഇവൻ എന്നോട് പറയാ, ഞാൻ എന്റെ കയ്യിൽ താങ്ങി, അപ്പോഴേക്ക് മരിച്ചു. വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പ്രായം അധികമായിട്ടില്ല. ഉടനെ ഡോക്ടറെ വിളിച്ചു. ആംബുലൻസ് ഓടി എത്തി. എല്ലാ ശുശ്രൂഷയും ചെയ്തു. അവർ ഉറപ്പുവരുത്തി. കണ്ണിങ്ങനെ വലിഞ്ഞത് കണ്ടപ്പോ എനിക്കും ഉറപ്പായി. ദുനിയാ കേ മുസാഫിർ മൻസിൽ തെരീ ഖബർ ഹേ. ദുനിയാവിലെ ഈ യാത്രിക, നിന്റെ ലക്ഷ്യസ്ഥാനം ഖബറാണ്. ഇത് മനസ്സിലാക്കിയാൽ തന്നെ ഒക്കെ നന്നായില്ലേ? ഞാനിങ്ങനെ ആലോചിക്കും, ഈ പൊതുരംഗത്ത് എന്നെപ്പോലെ ആളുകൾക്ക് കിട്ടുന്ന ഒരു വലിയ അവസരം മരിച്ച വീട്ടിൽ പോവാന്നുള്ളതാണ്. മിക്കവാറും ദിവസം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു ഫോൺ വന്നിട്ടുണ്ടാവും. 1, 2, 3 ഫോൺ. അവിടെ മരിച്ചു, ഇവിടെ മരിച്ചു. പൊതുരംഗത്തിന്റെ വലിയൊരു പ്രത്യേകതയാണ്. നേരാം വണ്ണം ഈ ജോലി ചെയ്താൽ ഇത്ര വലിയൊരു പുണ്യകർമ്മല്ല. പക്ഷെ നിയ്യത്ത് നന്നായിരിക്കണം. ആളുകളെ ബോധ്യപ്പെടുത്താനും അടുത്ത ഇലക്ഷനിൽ ജനങ്ങളുടെ പിന്തുണ കിട്ടാനും വോട്ട് കിട്ടാനും ആണിതെങ്കിൽ അതിനേക്കാൾ വലിയ മഹാഭാവമില്ല. പക്ഷേ നല്ലൊരു മനസ്സോടെയാണ് ഈ ജോലി ചെയ്യുന്നതെങ്കിൽ ഒരു ആശുപത്രി, ഒരു രോഗി, ഒരു മരണവീട്, എത്ര മരണസ്ഥലത്താ പോവാ. ഞാൻ ഈ കഴിഞ്ഞ മാസങ്ങളെ പറ്റി ആലോചിച്ച് നോക്കുകയാണ്. പരിപാടിക്ക് പോകാൻ വേണ്ടി വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങും. നേരെ പ്രസംഗവേദിയിലേക്കായിരിക്കും പോകേണ്ടത്. പക്ഷേ മരിച്ച വീട്ടിൽ പോയിട്ട് പ്രസംഗവേദിയിലേക്ക് പോകാൻ കഴിയും. ഒരു ദിവസം 3, 4, 5 ഒക്കെ മരണങ്ങളാണ്. ദുനിയാ കേ മുസാഫിർ मंजिल तेरी कब्र है, मंजिल तेरी कब्र है, तय कर रहा है तू 2 दिन क्या सफर है, मंजिल तेरी कब्र है. മരണത്തെപ്പറ്റി ഒന്ന് മനസ്സിലാക്കിയാൽ മതി. മരണത്തെപ്പറ്റി മനസ്സിലാക്കിയ ഒരാളും മറ്റുള്ളവനെ പറ്റി അപവാദം പറയൂല. ഇന്ന് പലരും ജീവിതം അപവാദം പറഞ്ഞ് നശിപ്പിക്കണം. ഫിത്ന പറയാം മറ്റുള്ളവനെ പറ്റി. അപവാദം ഒരു വ്യവസായമാക്കി തീർക്കുക. കേരളത്തിൽ ഇന്ന് ഏറ്റവും പൊടിപൊടിക്കുന്ന വ്യവസായം അപവാദ വ്യവസായമാണ്. മറ്റുള്ളവൻ നന്നാവുന്നത് കണ്ടുകൂടാ, അവന്റെ കുട്ടി പഠിക്കുന്നത് കണ്ടുകൂടാ, അവനൊരു വളർച്ച വരുന്നത് കണ്ടുകൂടാ. ഫിത്ന ഫിത്ന ഫിത്ന. മലയാളിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. മലയാളിയുടെ ഏറ്റവും വലിയ ശാപം മറ്റുള്ളവന്റെ കുറ്റവും കുറവും നോക്കി അതിനെ ആഘോഷിക്കുന്ന സ്വഭാവമാണ്. അതില്ലായിരുന്നെങ്കിൽ മലയാളി ഭൂമുഖത്തെ 1-ാം തരം ഉത്കൃഷ്ട ജീവിയായി തീരുമായിരുന്നു. ഏറ്റവും ഉത്കൃഷ്ട മലയാളിയായി തീരുമായിരുന്നു. ഒരുപാട് ഗുണങ്ങളുണ്ട് മലയാളിക്ക്. മലയാളിയുടെ വെടുപ്പ്, മലയാളിയുടെ ബുദ്ധി, മലയാളിയുടെ സാമർഥ്യം. ഷ്രൂഡ് എന്നും പറയാൻ ഇംഗ്ലീഷിൽ. അതിന് ഗുണമുണ്ട്, ദോഷമുണ്ട്. മലയാളിയുടെ ഒരു ബ്രില്യൻസ്, കഴിവ് ഒക്കെ ലോകത്ത് എണ്ണി പറയേണ്ട സാധനമാണ്. പക്ഷെ മലയാളി അത്ഭുതമാണ്.
എപ്പോഴാണ് പാര വെക്കുക എന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനെ നോക്കി നടക്കുന്നതിനിടയിൽ പറയാൻ കഴിയില്ല. ഇന്നലെ എന്നെ ഇവിടെ പ്രോട്ടോക്കോളായിട്ട് കൊണ്ടുനടക്കുന്ന എൻ്റെ സുഹൃത്ത് മനാഫ് പറഞ്ഞു, ഇവിടുത്തെ ഗവൺമെന്റിലെ ഉദ്യോഗസ്ഥൻ, ഞാൻ വല്ലാതെ ആസ്വദിച്ചു. അവർക്കൊക്കെ ഉള്ളത് പറയാൻ കഴിയും. എല്ലാ ജനതകളുമായിട്ടും ഇടപഴകുന്നവരാണല്ലോ. ഒരു അറബിയോ ഒരു ഇംഗ്ലീഷുകാരനെ കണ്ടാൽ അറബിയോട് എന്നൊക്കെ ചോദിച്ചാൽ സുഖം തന്നെ, അങ്ങനെ ഒരു കുറേ പറയും. വിഷമാണെങ്കിലും പറയും. ഇംഗ്ലീഷുകാരനാണെങ്കിലും ഓക്കെ, ഗുഡ്, വെരി നൈസ്, ഹൗ ആർ യു, തിരിച്ചും ഇങ്ങോട്ട് കുറേ ചോദ്യം ചോദിക്കും. മലയാളിയാണെങ്കിൽ എന്ത് സുഖം, ഒരു ഇതെങ്ങനെ കഴിഞ്ഞൂടി പൂണേങ്ങായി. ഒരിക്കലും ഒരു നല്ല പ്രസന്നമായ വാക്ക് ഈ ലോകത്ത് നിങ്ങൾ എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ ഇംഗ്ലീഷുകാർ വെരി നൈസ്, ഗുഡ് എന്ന് അയാൾക്കൊരു പ്രശ്നമില്ല എന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ പറയുന്നവർക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എന്നാലും ജീവിതത്തെ പ്രസന്നമായിട്ട് കാണുക. മലയാളിയുടെ ഏറ്റവും വലിയ പ്രശ്നം രാവിലെ വാട്ടർ ടാപ്പിൽ വെള്ളം വരുന്നില്ല. രാവിലെ വാട്ടർ ടാപ്പിൽ വെള്ളം വരുന്നില്ല, അത് പ്രശ്നാക്കി അവിടെ വിളിച്ചു പറഞ്ഞ് ഇവിടെ വിളിച്ച് 10 ആളെ സംഘടിപ്പിച്ച് സമരം ചെയ്ത് ഒച്ചപ്പാടാക്കി ബഹളാക്കി. ഇതിന്റെ 10-1 സമയം മതിയാവുന്ന നന്നാക്കാൻ അത് ചെയ്യും. ഈ രീതിയിലുള്ള സ്വഭാവങ്ങൾക്കിടയിൽ ദുനിയാ കേ മുസാഫിർ മൻസിൽ തെരി ഖബർ ഹേ, ജീവിതത്തിന്റെ ലക്ഷ്യസ്ഥാനം മരണമാണ്. महलों में सोने वाले मिट्टी में सो रहे हैं, കൊട്ടാരങ്ങളിൽ കിടന്നുറങ്ങുന്നവരെ, നിങ്ങൾ യഥാർത്ഥത്തിൽ ഉറങ്ങുന്നത് മണ്ണിലാണ്. ദോ ഗസ് ജമീൻ ക ടുക്ടാ छोटा सा तेरा घर है मंजिल तेरी ഖബർ है. ദോ ഗസ് ജമീൻ ക ടുക്ടാ, 2 അടി മണ്ണാണ്, മണ്ണിന്റെ തുണ്ടമാണ് മനുഷ്യ നിന്റെ യഥാർത്ഥ വാസസ്ഥാനം. ഛോട്ടാ സ തേരാ ഘർ ഹേ, എത്ര ചെറിയതായിട്ടുള്ള വാസസ്ഥാനമാണ്. പറയാൻ പറ്റുമോ എവിടെ വെച്ചിട്ടാ മരിക്കുന്നത് എന്ന് പറയാൻ കഴിയോ? എൻ്റെ ഒരു വലിയ പ്രൊഫസർ ഉണ്ടായിരുന്നു, ഞങ്ങൾ ഇംഗ്ലീഷിൽ ക്ലാസ് എടുത്തിരുന്ന ആള്, ബാബു പോൾ. ആരാള് എന്ന് പറയാം, മലയാളത്തിന്റെ വലിയ സാഹിത്യകാരനായ MP പോളിന്റെ മകൻ. അങ്ങനെയുള്ള വലിയ വലിയ മനുഷ്യന്മാർക്കൊക്കെ കയ്യിൽ പഠിക്കാൻ കഴിയുന്നതൊക്കെ നമ്മുടെ ജീവിത ഭാഗ്യമാണ്. ബാബു പോൾ സിഗരറ്റ് വലിച്ചിട്ടാണ് ക്ലാസ് എടുക്കാൻ വരിക. സിഗരറ്റ് ഇങ്ങനെ വലിക്കും. ക്ലാസ് കയറാൻ പോകുമ്പോൾ ഒരു അധ്യാപകന് സിഗരറ്റ് വലിക്കാമോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും സിഗരറ്റ് വലിക്കാൻ പാടില്ല. പക്ഷെ ബാബു പോളിന് വലിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ബാബു പോൾ വലിക്കണം എന്ന് പറയും. കാരണം സിഗരറ്റ് വലിച്ചിട്ട് ഇങ്ങനെ ക്ലാസ് എടുക്കാനുള്ള ഊർജം വലിച്ചു കയറ്റിയാണ് ബാബു പോൾ. അവസാനം ഇതിന്റെ ലാസ്റ്റ് പഫ് വലിച്ചേറുണ്ട് ഗാർഡനിലേക്ക്, കോളേജിന്റെ പൂന്തോട്ടത്തിലേക്ക്. ഒറ്റേറാണ്, അങ്ങനെ ക്ലാസ് എടുക്കാൻ പോവാണ്. അങ്ങനെയുള്ള അധ്യാപകരെ കാണാൻ തന്നെ പ്രയാസമാണ്. എന്നിട്ട് വന്നിട്ട് ജൂലിയസ് സീസർ എടുക്കാൻ പോവാണ്. ജൂലിയസ് സീസർ എന്ന ഡ്രാമ എടുക്കാൻ പോകും, ഷേക്സ്പിയറുടെ നാടകം. അങ്ങനെ എടുക്കാൻ പോകുമ്പോൾ അങ്ങനെ വരും. ഇപ്പോഴും ഇവിടെ വന്നിട്ട് ഞാൻ ജൂലിയസ് സീസറിന്റെ ഡ്രാമയിലെ ഒരുപാട് വാചകങ്ങൾ മനപ്പാടായിട്ട് പറയും. കാരണം എൻ്റെ ഗുരുനാഥൻ ബാബു പോളിന്റെ നന്മ കൊണ്ട്. വിൽ യു സപ്പ് വിത്ത് മീ ടുനൈറ്റ്? നിങ്ങൾ ഇന്ന് എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ വരുന്നോ? ഒരാൾ ചോദിക്കണം. നോ, ഐ ആം പ്രോമിസ്. ഇല്ല, ഞാൻ വാക്ക് കൊടുത്ത് പോയി വേറൊരാളുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ. വിൽ യു സപ്പ് വിത്ത് മീ ടുമോറോ? നാളെ എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ വരുന്നു. ഇഫ് യുവർ ഫുഡ് ഈസ് വർത്ത് ടു ഈറ്റ്, നിന്റെ ഭക്ഷണം തിന്നാൻ കൊള്ളാവുന്നതാണെങ്കിൽ ഞാൻ വരും. അങ്ങനെ അവസാനം ജൂലിയസ് സീസറെ കൊല്ലുന്ന ദിവസമാണ്. ബ്രൂട്ടസ് ഒന്ന് കുത്തും. ഞങ്ങളൊക്കെ പേടിച്ചിങ്ങനെ ഇരുന്ന് ബാബു പോൾ ക്ലാസ്സിലേക്ക് വരികയാണ്. സിഗരറ്റ് വലിച്ച് ബാബു പോൾ സീസറിനെ കൊല്ലണ്ടേ. ബാബു പോൾ സിഗരറ്റ് വലിച്ച് എന്ന് പറഞ്ഞ് ഊതിയ ലാസ്റ്റ് പഫ് ഒരൊറ്റയാണ് എറിഞ്ഞിട്ട് ക്ലാസ്സിലും കയറി. ക്ലാസ്സിൽ കയറിയാൽ ബ്രൂട്ടസും നീയേ, കാസ്കയും നീയേ, കാഷ്യസും നീയേ, സീസറും നീയേ, എഴുതിണ്ടാക്കിയ ഷേക്സ്പിയറും നീയേ എന്ന് പറയാനും തോന്നിപ്പോ. അദ്ദേഹത്തിന് എന്നെ വലിയ ഇഷ്ടമായിരുന്നു. ഞാൻ ഓർക്കാണ് മനുഷ്യനെ, ബാബു പോളിനെ. അവസാനം ബാബു പോൾ ഇങ്ങനെ ക്ലാസ് എടുത്ത് ഞങ്ങളൊക്കെ ഇങ്ങനെ ബേജാറായി വിഷമിച്ചിരിക്കുമ്പോൾ ഒറ്റ കുത്താണ് സീസറിനെ. ബ്രൂട്ടസ് വന്ന് കുത്തുകയാണ്. ബാബു പോൾ പറയാണ്, ബ്രൂട്ടസേ നീയും. നമ്മളൊക്കെ പറയാറുണ്ട് ആ വാക്ക്. ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ ചതിച്ചാൽ മലയാളത്തിൽ നമ്മൾ പറയും ബ്രൂട്ടസേ നീയും എന്നെ കുത്തുകയാണോ? ബ്രൂട്ടസേ നീയും കുത്തുകയാണെങ്കിൽ എന്നാ പിന്നെ സീസർ മരിച്ചോട്ടെ എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് തോന്നുകയാണ് പോയിട്ട് ബാബു പോൾ മാഷ താങ്ങണം.
കാരണം ഞങ്ങളെ ബാബുപ്പോൾ മരിക്കണോ എന്ന് തോന്നിപ്പോവാണ്. ഒരു ദിവസം വിമാനത്തിലിരുന്നിട്ട് ബാബുപ്പോൾ മരിച്ചു. നൈജീരിയയിൽ നിന്ന് മടങ്ങുമ്പോൾ വിമാനയാത്രയുടെ ഇടയിൽ ബാബുപ്പോൾ മരിച്ചു. മനസ്സിലായിട്ടുണ്ടോ? അത് പറയാനാണ് എനിക്കിപ്പോ ബാബുപോളിന് ഓർമ്മ വന്നത് ഈ സദസ്സിൽ. അപ്പൊ മനുഷ്യന്റെ സ്ഥിതിയാണ് മെഹലോമെ സോനെ വാലേ, കൊട്ടാരത്തിൽ ഉറങ്ങുന്നവരെ, ദോ ഗസ് ജമീൻ ക ടുക്ടാ ഛോട്ടാ സ തേരാ ഘർ ഹേ, എത്ര ചെറിയ ഒരു വീടാണ്. ഏ ഉസാമ, അല്ലാഹു ഒരിക്കലും ഇഹലോകത്തെയും പരലോകത്തെയും പ്രയാസങ്ങളെ ഒരുമിച്ച് ചേർക്കുകയില്ല. ദുനിയാവിൽ പ്രയാസപ്പെടുന്നവന് ആഖിറത്തിൽ സുഖമാണ്. ദുനിയാവിൽ സുഖിക്കുന്നവന് ആഖിറത്തിൽ പ്രയാസമായിരിക്കുന്നതാണ് പുണ്യ റസൂൽ പഠിപ്പിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് അവരെ കാണാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, അതായത് അല്ലാഹു അവരെ കുറിച്ച് തൃപ്തനായിരിക്കും. മറ്റുള്ളവർ ദൈവദൂതന്മാരുടെ കർമ്മങ്ങളും നിഷ്ഠകളും മറക്കുമ്പോൾ അവർ അതെല്ലാം മുറുകെ പിടിക്കും. അവരെ പോലെ അല്ലാഹുവിങ്കലേക്ക് അണയുന്നവൻ അനുഗ്രഹത്തിന് അർഹനായി തീരും. അവർക്ക് എതിർപ്പുമായി വരുന്ന ന്യൂനതകളെ അവർ പരിഹരിക്കും. അവരുടെ നഷ്ടത്തിൽ ഭൂമി കേഴും. അവരില്ലാത്ത നഗരങ്ങൾ ദൈവകോപത്തിന് അർഹത നേടും. ഏ ഉസാമ, അത്തരം ദൈവദാസന്മാരെ വല്ലയിടത്തും നീ കണ്ടുമുട്ടിയാൽ ഉറപ്പിച്ചുകൊള്ളൂ, ആ പ്രദേശം അല്ലാഹുവിന്റെ സംരക്ഷണത്തിലാണെന്ന്. അവർ അധിവസിക്കുന്നു എന്ന കാരണത്താലാണ് ആ പ്രദേശങ്ങൾക്ക് മേൽ അല്ലാഹു ശിക്ഷ ഇറക്കാത്തത്. നീ അവരോട് കൂട്ടുകൂടൂ ഉസാമ, നീ വിജയിക്കും. അവർ തെരഞ്ഞെടുത്ത കാര്യങ്ങൾ വെടിയുന്നതിൽ നിന്ന് നീ രക്ഷപ്പെടൂ. എങ്കിൽ ഒരിക്കലും നിന്റെ പാദങ്ങളെ നരകം സ്പർശിക്കുകയില്ല. തങ്ങൾക്കായി അനുവദിക്കപ്പെട്ട ഹലാലായ ചില കാര്യങ്ങളും അവർ വെടിയും. അവർ അതിയായി പരലോകത്തെ കാക്ഷിക്കുന്നവരായിരിക്കും. സ്വന്തം ഇഷ്ടത്താലാണ് അവർ അന്നപാനീയങ്ങൾ വെടിയുക. ഈ നീണ്ട പ്രവാചക വചനത്തിന്റെ സ്പിരിറ്റ് അന്നപാനീയങ്ങളോടുള്ള ആർത്തിയാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം. പണ്ട് കല്യാണത്തിന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഭക്ഷണത്തോട് ഇമ്പം, നല്ല ഭക്ഷണം എല്ലാവർക്കും കിട്ടിയിരുന്നില്ല. ഇന്നൊരു ദിവസം 4, 5, 6, 7, 8 ഒക്കെ കല്യാണമാണ്. മിക്കവാറും എല്ലാ സ്ഥലത്തും ബിരിയാണിയാണ്. ഒരു സ്ഥലത്ത് നിന്ന് കഴിച്ചു, അടുത്ത സ്ഥലത്തു നിന്നും കഴിച്ചു, 5, 6 കല്യാണം ഉണ്ടെങ്കിൽ അവിടെയും കഴിച്ചു. അതിനൊരു ന്യായം എന്താ? അവരെ തൃപ്തിപ്പെടുത്തണ്ടേ? തൃപ്തിപ്പെടുത്തണം. ആതിഥേയർക്ക് എന്താ തോന്നുക? എല്ലാ സ്ഥലത്തുനിന്നും ഭക്ഷണം കഴിക്കുന്ന വീരന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. കല്യാണങ്ങളിലൊക്കെ പോയാൽ ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊണ്ട് നിർത്താൻ കഴിഞ്ഞ അന്നത്തെ കാലത്ത് നല്ലതാണ്. കാരണം കഴിക്കുന്നത് പലതും ക്യാൻസർ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അടുത്ത കാലത്ത് കോഴി പൊരിച്ചതിനൊരു ചുവന്ന നിറം, അത് പൗഡർ ചേർക്കുകയാണ്. അത് ക്യാൻസർ ഉണ്ടാക്കുന്ന പൗഡറാണ്. കോളിംഗ് ഫ്ലവറിന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചെമ്പരത്തിപ്പൂവിന്റെ നിറം പൗഡറിൽ കലർത്തുകയാണ്. അതിന്റെ പേര് തന്നെ ക്യാൻസറസ് എന്നാണ്. ക്യാൻസറസ് എല്ലാവർക്കും അറിയാം. നാശം വിലക്കെടുക്കുകയാണ്. ആർഭാടങ്ങൾക്ക് മധ്യേ ജീവിതത്തിന്റെ നന്മകളെ വെടിയുകയാണ്. സ്വന്തം ഇഷ്ടത്താലാണ് അവർ അന്നപാനീയങ്ങൾ വെടിയുക. നായ്ക്കൾ എരയുടെ മേൽ ചാടി വീഴും പ്രകാരം അവർ ദുനിയാവിന് മേൽ ചാടി വീഴുകയില്ല. എന്റെ പ്രിയപ്പെട്ട ഉസാമ, ജനങ്ങൾ അവരെ രോഗികളെന്ന് ധരിക്കും. വല്ല സോക്കടുണ്ടോ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴേ? എന്തൊരു അത്ഭുതമാണ് പുണ്യ റസൂലിന്റെ വാക്ക്. ഭക്ഷണത്തോടുള്ള ആർത്തിയൊക്കെ അവര് വെടിയുമ്പോ ആളുകൾ വിചാരിക്കും ഇവർക്ക് വല്ല സോക്കടാണോ. ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ഭക്ഷണം കുറച്ച് കഴിക്കുന്നവരോട് ആളുകൾ ഇങ്ങനെ ചോദിക്കുന്നത്, എന്താ പറ്റി പ്രശ്നം ഉണ്ടോ? എന്ത് പ്രശ്നം? എപ്പോഴും തിന്നോണ്ടിരുന്ന ഒരു പ്രശ്നമില്ല. ഒരു നേരല്ലേ എനിക്ക് പറ്റില്ല, എനിക്ക് ഞാൻ കുറച്ച് കഴിക്കുന്നുള്ളൂ. എന്താ പ്രശ്നം? എന്തുകൊണ്ടാണ് നിയന്ത്രിക്കണത്? അതിന്റെ കാരണമൊക്കെ അറിയണം. ഏത് സോക്കടിന്റെ പേരിലാണ്, ഏത് ഡോക്ടറാ പറഞ്ഞത് ഒക്കെ അറിയണം. ഈ ചോദ്യം പലപ്പോഴും നേരിടുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. എന്താ നിങ്ങൾക്ക് തകരാറ്? ഒരു തകരാറും ഇല്ലാത്തവനാണ് ഭക്ഷണം കഴിക്കാതിരിക്കുക. തകരാറുള്ളവനാണ് ഈ അടിച്ച് മിന്നിച്ച് വിടുന്നത്. അവർ ദുനിയാവിന്റെ മേൽ ചാടി വീഴുകയില്ല. ജനങ്ങൾ അവരെ രോഗികളെന്ന് ധരിക്കും. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര കൃത്യമായിട്ടാണ് 1500 കൊല്ലം മുമ്പ് ഇത് വരച്ചു കാട്ടിയിരിക്കുന്നത്. എന്നാൽ അവർക്കൊരു രോഗവും ഉണ്ടായിരിക്കുകയില്ല. പരലോക ഭയമായിരിക്കും അവരെ അങ്ങനെ ആക്കുക.
ജനങ്ങൾ അവരെ ഭ്രാന്തരെന്ന് വിചാരിക്കും. ഉസാമ, അവർക്ക് ആഖിറത്തിന്റെ ഇസ്സത്തുണ്ടായിരിക്കും. ജനങ്ങൾ വിസ്മൃതിയിലായിരിക്കെ അവർ ഓർമ്മയിലായിരിക്കും. ജനങ്ങൾ പലതും മറന്നിട്ടുണ്ടാവും, അവർ മറക്കാതെ എല്ലാം ഓർക്കുന്നുണ്ടാവും. ഓർമ്മ അല്ലേ? നാരായണ ഗുരുവിന്റെ കവിതകളിൽ ഇടക്കിടക്ക് ആവർത്തിച്ചു വന്നൊരു വാക്കുണ്ട്, ഓർമ്മ. അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താലാദിയിലൊരാത്മരൂപം, അവനവനാത്മസുഖത്തിനാചരിക്കുന്നവയപരന്നു സുഖത്തിനായി വരേണം. ഓർക്കുക, ഓർക്കുക, ഓർത്താൽ ഓർത്താൽ. ഓർമ്മ പോണതാണ് ഇന്നത്തെ ഏറ്റവും വലിയ നഷ്ടം. ഓർമ്മ പോകാതിരിക്കട്ടെ. ഓർമ്മ ഉണ്ടായാൽ മാതാവിന് എപ്പോഴും ഓർമ്മ ഉണ്ടാവും, പിതാവിനെയും ഓർമ്മയുണ്ടാകും. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ്. മനുഷ്യനൊരു ആത്മീയ ഭാവത്തിലേക്ക് തിരിച്ചു പോകേണ്ടി വരും. ഇന്നല്ലെങ്കിൽ നാളെ അത് അർജന്റാണ്. സമകാലിക സമസ്യകൾക്ക് പുണ്യ റസൂലിന്റെ ഏറ്റവും വലിയ പൂരണതാണ്. വെറും ഭൗതികം കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. ആത്മീയതയെ പറ്റി പറയാത്ത ഒരാളും ലോകത്തുണ്ടായിട്ടില്ല. ഭൗതികവാദികൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നവർ പോലും ആത്മീയതയെ പറ്റി, മനുഷ്യന്റെ സ്പിരിച്വൽ പേഴ്സണാലിറ്റി, അവന്റെ ആത്മീയ സ്വത്വം, അതിനെ കുറിച്ച് പറഞ്ഞു. കാൾ മാർക്സ് പോലും സ്പിരിച്വൽ എന്ന പദം പ്രയോഗിച്ചിട്ടുണ്ട്. ചൈനീസ് ഭരണഘടനയിൽ മനുഷ്യന്റെ ആത്മീയ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മാർക്സിസത്തിന്റെ ഡയലക്റ്റിക്സിൽ, മാർക്സിസ്റ്റ് വൈരുദ്ധ്യാത്മക വാദത്തിൽ രണ്ട് വൈരുദ്ധ്യങ്ങൾ സമന്വയിപ്പിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതാണ് ശാന്തിയിലേക്ക് നയിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ആത്മീയതയും ഭൗതികതയുടെയും സമന്വയത്തെക്കുറിച്ച് കമ്മ്യൂണിസ്റ്റ് ചിന്തകന്മാർ വിശകലനം ചെയ്തിട്ടുണ്ട്. അവര് പോലും വിശകലനം ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് മനുഷ്യനെന്ന് മനസ്സിനെ കണ്ടെത്താൻ പുതിയ രീതിയിൽ ശ്രമിക്കുന്ന കാലമാണ്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ്. ശാന്തിയാണ്, ഇതൊക്കെ ശാന്തിയാണ്. മനുഷ്യനെന്ന് വേണ്ടത് ശാന്തിയാണ്, സമാധാനമാണ്. കുഴപ്പമില്ല, ബഹളമില്ല. മനുഷ്യൻ ശാന്തനാവട്ടെ, അടങ്ങട്ടെ, തിരയടങ്ങട്ടെ. ചെറുപ്പക്കാരെ മനസ്സിൽ തിരയടങ്ങട്ടെ. വർഗീയവാദം, തീവ്രവാദം, ഭീകരവാദം ഒക്കെ തിരയിട്ടടിക്കുകയാണ്. തിരയടങ്ങട്ടെ, സമാധാനപ്പെടട്ടെ, ശാന്തനാവട്ടെ. പരിശുദ്ധ റസൂലിന്റെ ഓർമ്മകളിൽ കടലിന്റെ തിരയടങ്ങട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. പരിശുദ്ധ റസൂലിന്റെ കാലഘട്ടത്തിന് ശേഷം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലം. മദീനയിൽ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. പിതാവിനെ നന്നായിട്ട് സ്നേഹിച്ചിരുന്നു, പരിപാലിച്ചിരുന്നു. എല്ലാ ദിവസവും പിതാവിന്റെ അടുക്കലേക്ക് പോകും. എന്ത് ജോലി കഴിഞ്ഞാലും പിതാവിന്റെ അടുക്കലേക്ക് ഓടിപ്പോകും ഈ ചെറുപ്പക്കാരൻ കുട്ടി, പിതാവിന് സേവനം ചെയ്യാൻ. ഒരു ദിവസം പിതാവിന്റെ അടുക്കലേക്ക് പോകുമ്പോ ഒരു പെണ്ണ് ഈ ചെറുപ്പക്കാരനെ നോട്ടമിട്ടു. സുന്ദരനായ യുവാവ്. ഇവൻ എങ്ങനെയെങ്കിലും വശത്താക്കണം തീരുമാനിച്ചു. എല്ലാ ദിവസവും ഈ കുട്ടി വളരെ പെട്ടെന്ന് ഓടിയെത്തും വീട്ടിൽ. പിതാവിന് സേവനം ചെയ്യും, പിതാവിന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കും, ശുശ്രൂഷ ചെയ്യും. പിശാച് എങ്ങനെയാ വരുന്നതെന്ന് മനസ്സിലാവില്ല. പിശാച് പെണ്ണിന്റെ രൂപത്തിലും വരും, പിശാച് പല രൂപത്തിലും. പെണ്ണിന്റെ രൂപത്തിൽ പിശാച് വരാനുള്ള സാധ്യത പുരുഷന്റെ ജീവിതത്തിൽ വളരെ കൂടുതലാണ്. ജാഗ്രത അനിവാര്യമാണ്. ജാഗ്രത ഇല്ലാത്തവൻ അടിപതറിപ്പോകും. ജാഗ്രത, ഉത്തിഷ്ഠത, ജാഗ്രത എന്ന് പറഞ്ഞില്ലേ വിവേകാനന്ദ സ്വാമി? ആ രണ്ട് പദം വളരെ സൂക്ഷിക്കേണ്ട പദമാണ്. ഉത്തിഷ്ഠത, ജാഗ്രത, വിവേകാനന്ദന്റെ വാക്കുകളാണ്. ഇത് ഉണ്ടായിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ആയുധങ്ങളാണ്. അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് പതറിപ്പോകും. ഈ ചെറുപ്പക്കാരനെ പറ്റി സ്ത്രീ തീരുമാനിച്ചു, അവൻ എങ്ങനെങ്കിലും വലയിൽ വീശണം. ചെറുപ്പക്കാരനത് മനസ്സിലായി. അവളുടെ പ്രലോഭനങ്ങൾക്ക് വശംവദനാകാതെ ധീരമായി ചെറുത്തു നിന്ന് അവൻ അവളെ അവഗണിച്ചു തന്നെ പോയി. പക്ഷെ ഒരു ദിവസം ഈ സ്ത്രീയുടെ ഒരു ദുർമന്ത്രണത്തിൽ ഈ ചെറുപ്പക്കാരൻ അല്പസമയം സ്വാധീനിക്കപ്പെടുന്ന ഘട്ടത്തിലെത്തി. അവളെ അവൻ തിരിഞ്ഞു നോക്കി, പിതാവിന്റെ അടുക്കിലേക്ക് പോയിരുന്നു. അങ്ങനെ ഈ പെണ്ണിന്റെ അടുക്കിലേക്ക് ചെറുപ്പക്കാരൻ കടന്നു ചെല്ലുമ്പോ
പെട്ടെന്ന് അവന്റെ മനസ്സിൽ വിശുദ്ധ ഖുർആന്റെ ഒരു സൂക്തം തെളിഞ്ഞു വന്നു. ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്താൻ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്താനി തദക്കറൂ ഫഇദാ ഹും മുബ്സിറൂൻ. മനുഷ്യന്റെ ആത്മീയ പ്രകാശം അവനെ എങ്ങനെ നന്നാക്കി തീർക്കുന്നു, തെറ്റിൽ നിന്ന് തടയുന്നു എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു സംഭവമാണിത്. ചെറുപ്പക്കാരൻ പെട്ടെന്ന് ഈ സൂക്തം, ഈ ഖുർആന്റെ സൂക്തമോർത്തു. ദൈവഭയമുള്ള ആളുകളെ എങ്ങാനും പിശാചിന്റെ വല്ല ദുർബോധനവും സ്പർശിച്ചാൽ, ദൈവഭയമുള്ളവരെ പിശാചിന്റെ ദുർബോധനം സ്പർശിച്ചാൽ തദക്കറു, പെട്ടെന്ന് ബോധം വരും. ദൈവഭയമുള്ളവർക്ക് പെട്ടെന്ന് ബോധം വരും. ഒരു ഉള്ളുന്നൊരു ഓർമ്മ വരും, ഒരു ഉണർത്തൽ വരും, തട്ടി ഉണർത്തു. ഖുർആൻ പറയാണ്, ഇത് ഖുർആന്റെ സൂക്തമാണ്. ഈ കുട്ടി തോർത്തു, ഒരു സെക്കൻഡ്, തദക്കറൂ, ഓർമ്മ വരും. ഫഇദാ ഹും മുബ്സിറൂൻ. അത്ഭുതകരമേ ഖുർആന്റെ വിളംബരം. അതോടെ അവർക്ക് കാഴ്ച ലഭിക്കുകയായി. അതോടെ കാഴ്ച ലഭിക്കുകയായി. എന്റെ പിതാവിന്റെ അടുക്കലേക്ക് പോവാൻ ഞാൻ, ഈ പിശാചിതാ വന്നിരിക്കണ്. എന്റെ പിതാവിന്റെ അടുക്കലേക്ക് സേവനം ചെയ്യാൻ പോണ എന്നെ മുടക്കാൻ, എന്നെ നശിപ്പിക്കാൻ ഇതാ ശൈത്താൻ, പിശാച് വന്നിരിക്കണ്. കാണുകയായി. കുട്ടി ബോധം കെട്ടുപോയി. ഖുർആന്റെ ഈ സൂക്തം മനസ്സിൽ തെളിഞ്ഞതോടെ ചെറുപ്പക്കാരൻ ബോധരഹിതനായി, മോഹാലിസപ്പെട്ടു വീണു. താങ്ങി പിടിച്ച് എല്ലാരും കൂടി പിതാവിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. വാത്സല്യമുള്ള ബാപ്പ മോനെ തലോടി. കുട്ടി ബോധം കെട്ട് കിടക്കുകയാണ്. മോഹാലസ്യത്തിൽ നിന്ന് മോനെ കുറെ ദിവസം കഴിഞ്ഞപ്പോ ഉണർന്നു. മോനെ, നിനക്ക് എന്ത് പറ്റിയടാ എന്റെ പൊന്നു മോനെ? വാത്സല്യത്തോടെ പിതാവ് ചോദിച്ചു. ബാപ്പ, ഞാനിങ്ങനെ വരുന്ന വഴിക്ക് കുട്ടി പറയാൻ വളരെ പ്രയാസപ്പെട്ട് ഒരു സ്ത്രീ എന്നെ കീഴടക്കാൻ ശ്രമിച്ച് ഞാൻ ബാപ്പാന്റെ അടുക്കലേക്ക് വരുമായിരുന്നു. ഞാൻ അങ്ങനെ അവൾക്ക് വശംവദനാകുന്നുള്ള ഘട്ടം വന്നപ്പോ എന്റെ മനസ്സിൽ വിശുദ്ധ ഖുർആന്റെ ഒരു സൂക്തം ഓർമ്മയിൽ വന്നു. അത് ഞാൻ ചൊല്ലി. ഏത് സൂക്തമാണടാ മോനെ നീ ചൊല്ലിയത്? ബാപ്പ കൗതുകത്തോടെ ചോദിച്ചു. കുട്ടി ചൊല്ലാൻ തുടങ്ങി. ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാനി തദക്കറൂ ഫഇദാ ഹും മുബ്സിറൂൻ. ആ ആയത്തോതിയതോടെ കുട്ടി വീണ്ടും ബോധം കിട്ടും. ഖുർആന്റെ ഒരു ആത്മീയതയുടെ ഒരു ശക്തി. കുട്ടി മോഹാലസ്യപ്പെട്ടു വീണ്ടും. ദിവസങ്ങളോളം കടന്നു, ഉണർന്നില്ല. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അവൻ മരണപ്പെട്ടു. ആ മോഹാലസ്യത്തിൽ മരണപ്പെട്ടു. ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയാണ്. നാട് ഭരിക്കുന്ന കാലമാണ്. കഥയല്ല, ഐതിഹ്യമല്ല, ചരിത്രമാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഈ സംഭവം കേട്ടു. ചെറുപ്പക്കാരന്റെ ഖബറടക്കം കഴിഞ്ഞു എന്ന് കേട്ടു. ഖബറിന്റെ അടുക്കലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു ചെല്ലുകയാണ്. ഖബറിന്റെ മുമ്പിൽ ചെന്നുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആന്റെ ഒരു സൂക്തം ചൊല്ലി. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. തന്റെ നാഥനായ, തന്റെ നിയന്താവായ, രക്ഷകനായ ദൈവത്തിന്റെ സന്നിധിയെ ആര് ഭയപ്പെട്ടോ അവന് 2 സ്വർഗോദ്യാനങ്ങളുണ്ട്. 2 സ്വർഗീയ ഉദ്യാനങ്ങളുണ്ട്. ദൈവത്തിന്റെ സന്നിധിയെ ഭയപ്പെട്ട ദാസന് 2 സ്വർഗീയ ഉദ്യാനങ്ങളുണ്ട്. ഖബറിന്റെ അകത്തുനിന്ന് മറുപടി വന്നൊന്നാണ്, അള്ളാഹു എനിക്ക് ആ ഉദ്യാനങ്ങൾ നൽകിയിരിക്കുന്നു എന്ന്. ഈ ദൈവഭയമാണെന്ന ആവശ്യം മനസ്സിലായിട്ടുണ്ടോ? വലിയ വലിയ നഗരങ്ങളിലൊക്കെ ജീവിക്കുമ്പോൾ ഇത് ഓർക്കുക. കണ്ണ് മഞ്ഞളിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങിയത് അതുകൊണ്ടാണ്. വലിയ വലിയ പട്ടണങ്ങൾ, അവിടുത്തെ വർണ്ണപ്പൊലിമ, കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ നിന്ന് പെട്ടെന്നൊരു നഗരജീവിതത്തിലേക്കുള്ള എടുത്തുചാട്ടം, കേരളത്തിലെ ഒരു നിഷ്കളങ്കമായ ഗ്രാമീണ ജീവിതത്തിൽ നിന്ന് ഒരു വലിയ നാഗരികതയുടെ മധ്യത്തിലേക്കുള്ള എടുത്തുചാട്ടം, ഒരു വില്ലേജ് ലൈഫിൽ നിന്ന് ഒരു സിവിക് ലൈഫിലേക്കുള്ള ഒരു സ്വിഫ്റ്റ് ഷിഫ്റ്റ്, വേഗത്തിലുള്ള ഒരു മാറ്റം. ആ മാറ്റത്തിന്റെ മധ്യത്തിൽ ഓർക്കണം, അടിസ്ഥാനപരമായ സംസ്കാരത്തിന്റെ ചോദനകളെ ഓർക്കണം. മാതാവിനെയും പിതാവിനെയും ഒക്കെ പകരം വെക്കാൻ കമ്പ്യൂട്ടറിന് കഴിയില്ല എന്ന് ഓർക്കണം. മൊബൈൽ ഫോണിന് പിതാവിന് പകരമല്ല എന്ന് ഓർക്കണം.